ശരിക്കും ഒരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഔട്ട് ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പിന്നെ ഈ എനിക്കൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എടുക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഈ നോളജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ അറിവിൻ്റെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അറിവ് നമ്മൾ പിന്നെ പല കാര്യങ്ങളും നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് തെറ്റാണെന്ന് ബോധ്യപ്പെടും. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് ഞാൻ 1989 എൻറോൾ ചെയ്തത്. ഞാൻ എൻറോൾ ചെയ്യുന്ന സമയത്ത് അന്ന് സെക്കൻഡ് ക്ലാസ് കോടതിയൊക്കെ ഉള്ള സമയമാണ്. അന്ന് ഈ സാധാരണ സെഷൻസ് കേസുകളിൽ, അതായത് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് അന്ന് സെക്കൻഡ് ക്ലാസ്സിലാണ് വരുന്നത്, ഫസ്റ്റ് ക്ലാസ്സിലല്ല, സെക്കൻഡ് ക്ലാസ്സിലാണ് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് വരുന്നത്. ഒരു സെഷൻസ് കേസിൽ അന്ന് ഒരു പ്രതി എത്ര പ്രാവശ്യം ജാമ്യം എടുക്കണമായിരുന്നു? നിങ്ങൾക്ക് പഴയ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഒരു 3 നോട്ട് കേസിൽ ഒരു പ്രതി ആയാൽ അയാൾ എത്ര പ്രാവശ്യം ജാമ്യം എടുക്കണം? ക്രൈം സ്റ്റേജിൽ ജാമ്യം എടുക്കണം അല്ലേ? അതിനുശേഷം ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് CP ആയിട്ട് നമ്പർ ചെയ്ത സമൻസ് അയക്കും കോടതി. ആ സമൻസ് അയച്ച് വന്നാൽ അപ്പോൾ ജാമ്യം എടുക്കണം, വേണ്ടേ? പിന്നെ ഇത് കമ്മിറ്റ് ചെയ്യുന്ന ദിവസമുണ്ട്, അന്ന് ജാമ്യം എടുക്കണം. കമ്മിറ്റ് ചെയ്ത് സെഷൻസ് കോടതി ഇപ്പോൾ SC ആയിട്ട് നമ്പർ ചെയ്ത് അവിടുന്ന് സമൻസ് ഇഷ്യൂ ചെയ്യും, അപ്പോൾ ജാമ്യം എടുക്കണം, വേണ്ടേ? അതിനുശേഷം ഇത് മേക്ക് ഓവർ ചെയ്യും ചിലപ്പോൾ വേറെ കോടതിയിലോട്ട്, ആ കോടതി ജാമ്യം എടുക്കണം. ഈ പ്രാക്ടീസ് വളരെ വർഷങ്ങളായി തുടർന്നു വന്നിരുന്നു. എന്നാൽ ശരിക്കും ഒരാൾ ജാമ്യം എടുത്താൽ ആ ജാമ്യം എന്നുവരെ നിലനിൽക്കും? ഒരാൾ ജാമ്യം എടുക്കണമെങ്കിൽ എന്നുവരെ അത് നിലനിൽക്കും? ആ ജാമ്യത്തിന്റെ ലൈഫ് എന്ന് വരെയാ? ആർക്കെങ്കിലും പറയാവോ? ദി കൺക്ലൂഷൻ ഓഫ് ദ ട്രയൽ ആണ് അല്ലേ? അതുവരെ ജാമ്യം എടുക്കും. പക്ഷെ ഇത് തുടർന്നു വന്നിരുന്നു. അപ്പൊ ഏതോ ഒരു വക്കീല് ഒരു കോടതിയിൽ പറഞ്ഞു, ഞാൻ ജാമ്യം എടുക്കൂല ഇതിന്. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സെക്ഷൻ വായിച്ച് കേൾപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഒറ്റ പ്രാവശ്യം ജാമ്യം എടുത്താൽ മതി. ഞാൻ പറഞ്ഞു വെച്ചെന്നല്ലേ, നിയമത്തിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പല അബദ്ധങ്ങളും ഇങ്ങനെ പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ദൈനംദിനം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഞാനിപ്പോൾ എടുക്കേണ്ട വിഷയം പോക്സോ നിയമമാണ്. പിന്നെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇതിനകത്ത് ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇത് നിങ്ങൾ ഒരിക്കലും ഇത് ക്ലാസ് ആയിട്ട് എടുക്കരുത്. നമുക്കൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ചെയ്താൽ മതിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പോക്സോ നിയമത്തിന് മറ്റു നിയമങ്ങളിൽ വ്യത്യസ്തമായിട്ടൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇരുന്നോട്ടെ. മറ്റ് നിയമങ്ങളിൽ നിന്നും ഈ പോക്സോ നിയമത്തിന്റെ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അതായത് ഇതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. സെക്ഷൽ ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ IPC മേജർ നിയമത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് 375 ഡെഫിനിഷൻ, 376 പണിഷ്മെന്റ്, പിന്നെ ഒന്ന് 354 ആണ്. പോക്സോ നിയമം വന്നപ്പോൾ ഈ നിയമത്തിനും അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് പറയാവോ? ആർക്കെങ്കിലും പറയാവോ? പ്രൊസീജിയറിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അല്ലാതെ ഇതിലേക്കാക്കാം അല്ലേ? ഇത് വേണ്ടല്ലോ. അതല്ലാതെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ നിയമത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള വ്യത്യാസം? എന്താണ്? ആർക്കെങ്കിലും പറയാമോ? ഒറ്റ വാക്കില് പറയാവുന്നൊരു വ്യത്യാസം. ആ നിയമം എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രലാണ് അല്ലേ? ജെൻഡർ ന്യൂട്രലാണ്. ഇപ്പൊ 376, 375, 354 ഒക്കെ വിക്ടിം എന്ന് പറയുന്നത് ആരാണ്? വുമൺ ആണ്. ഇതിനകത്ത് വുമൺ മാത്രമല്ല, അല്ലെ ചൈൽഡ് എന്ന് പറയുന്നത് ബോയ് ചൈൽഡും ആകാം, ഗേൾ ചൈൽഡും ആകാം.
അപ്പോൾ ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. പിന്നെ ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഒബ്ജക്ട്സ്, അത് നമ്മൾ ആദ്യം അതാണ് വായിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് നിയമം? ഈ നിയമം എന്തിനു വേണ്ടിയാണ്? ഞാനതെല്ലാം വായിക്കുന്നില്ല, എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് രണ്ട് കാര്യം. ആൻഡ് whereas it is necessary for the proper development of the child that his or her right to privacy, confidentiality be protected and respected by every person by all means and through all stages of judicial process involving a child. അതായത് നമ്മൾ സാധാരണ ക്രിമിനൽ ട്രയലിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തരത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ ജുഡീഷ്യൽ സ്റ്റേജസ് ഓഫ് ദ ജുഡീഷ്യൽ പ്രോസസ് എന്താ വേണ്ടത്? ദ റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ എവരി പേഴ്സൺ. ചൈൽഡിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷനാണ്. രണ്ട്, ആൻഡ് whereas it is imperative that law operates in a manner that the best interest and well-being of the child are regarded as being a paramount importance at every stage to ensure healthy physical, emotional, intellectual and social development of the child. ഇത് ഒരു ക്രിമിനൽ ട്രയലിലോട്ട് നമ്മൾ പോകുമ്പോൾ പിന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാവരുടെയും മനസ്സിൽ എന്ന് പറഞ്ഞാൽ ചൈൽഡ്, അക്യൂസ്ഡ്, പ്രോസിക്യൂട്ടർ, ഡിഫൻസ് കൗൺസിൽ ആൻഡ് ദ ജഡ്ജ്. പാരാമൗണ്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡാണ് വരുന്നത്, അല്ലേ? നമുക്കറിയാം ഒരു ഈ സാധാരണ ക്രിമിനൽ ട്രയലിന് വ്യത്യസ്തമായിട്ട് ഈ കേസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ വിക്ടിം എന്ന് പറയുന്നത് ഒരു ട്രയലിലേക്ക് വരുമ്പോൾ നമ്മുടെ സാധാരണ നാട്ടുകാർ അങ്ങനെ പറയാറുണ്ട്. വൺസ് എ ചൈൽഡ് വാസ് റേപ്ഡ് ആൻഡ് ഇൻ ദ ട്രയൽ ഷീ ഈസ് അഗെയിൻ ഗോയിങ് ടു ബി റേപ്ഡ്, അല്ലേ? പണ്ട് അങ്ങനെയായിരുന്നു. നമ്മളൊരു ഒരു റേപ്പ് കേസിലെ ഒരു പ്രോസിക്യൂഷൻ വിക്ടിമിനെ, പ്രോസിക്യൂട്രിക്സിനെ ഇവിടെ എന്തെല്ലാം നമുക്ക് ചോദിക്കാമായിരുന്നു മുമ്പ്. എന്തെല്ലാം ചോദിക്കുമായിരുന്നു. നിങ്ങൾ പിന്നെ പണ്ടത്തെ റേപ്പ് കേസ് നടത്തിയിട്ടുള്ളവർക്കറിയാം, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. Can be asked any question with regard to the extent of the penetration. Everything can be asked for the purpose of moulding a best defense. But here that is forbidden by law. A special provision is included in the act. The defense counsel is not having any power to cross-examine the witness. ഒരു നിയമത്തിലും അങ്ങനെ കാണൂല, അല്ലേ? ക്രോസ് ചെയ്യാൻ പറ്റൂല. എന്താ പറ്റുന്നത്? പിന്നെ the questions can be transferred to the judge in turn to ask the question. അങ്ങനെയാണ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. പവർ ഓഫ് ക്രോസ് എക്സാമിനേഷൻ ദ ചൈൽഡ് എന്ന് പറയുന്നത് ഇതിനകത്തില്ല. അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊരു പ്രത്യേക നിയമമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരിക്കൽ റേപ്പിന് വിധേയമായ ഒരു കുട്ടിയെ, ഒരു വിക്ടിമിനെ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ട്രോമയിലേക്ക് വീണ്ടും വിടാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാം ഒരു ക്രിമിനൽ ട്രയൽ എന്ന് പറയുന്നത് സെക്ഷൻ 273 അല്ലേ? 273 CRPC 273 പറയുന്നത് എന്താണ്? എവിഡൻസ് ടു ബി ടേക്കൺ ഇൻ പ്രസൻസ് ഓഫ് ദി അക്യൂസ്ഡ്. CRPC പ്രൊവിഷനാണ്. അതായത് ഇൻ ക്രിമിനൽ ട്രയലിലെ ദ എവിഡൻസ് ഷുഡ് ബി ടേക്കൺ ഇൻ ദി പ്രസൻസ് ഓഫ് ദി അക്യൂസ്ഡ് എന്നുള്ള ഒരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. അതും ഇവിടെ വാട്ടർ ഡൗൺ ചെയ്തു. എന്താണ്? പ്രസൻസ് ഓഫ് ദി അക്യൂസ്ഡ് ആണെങ്കിലും ചൈൽഡിന് ഒരിക്കലും പ്രതിയെ കാണാനുള്ള ഒരവസരം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ കോടതിയിൽ സ്ക്രീൻ വെച്ച് മറക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു കുട്ടി, അങ്ങനെ വിക്ടിമൈസപ്പെട്ടൊരു കുട്ടി വീണ്ടും ഒഫൻഡറെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെന്റൽ ട്രോമയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ ക്രിമിനൽ ട്രയലിന് വ്യത്യസ്തമായിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ പോക്സോ ആക്ടിൽ
പിന്നെ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ പോക്സോ ആക്ടിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇതൊരു സെഷൻസ് ഒഫൻസ് ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, സെഷൻസ് ഒഫൻസ് ആണ്. സാധാരണ ഒരു സെഷൻസ് കോർട്ട് കൊഗ്നീസൻസ് എടുക്കുന്ന പ്രൊവിഷൻ എങ്ങനെയാണ് കൊഗ്നീസ് എടുക്കുന്നത് സെഷൻസ് കേസിൽ? വാട്ട് ഈസ് ദ പ്രൊവിഷൻ ഇൻ CRPC വിത്ത് റെസ്പെക്ട് ടു ടേക്കിംഗ് കൊഗ്നീസൻസ് by a sessions court? Which is the provision under which a sessions court can take cognizance? What is the provision? A magistrate can take cognizance. Which is the provision? പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്കൂളിൽ സ്കൂളിൽ DO-മാർ ഇൻസ്പെക്ഷൻ പോകും. അറിയാമല്ലോ, നമ്മളൊക്കെ പഠിച്ചിരിക്കുമ്പോൾ വരും AIO-മാരും DO-മാരൊക്കെ ഇൻസ്പെക്ഷൻ വരും. അപ്പോൾ അന്നൊക്കെ വെച്ചാൽ ഈ DO ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ ഇവർ നേരിട്ട് ഓടി DO അങ്ങോട്ട് ക്ലാസ്സിലിട്ട് കയറുക ചെയ്യാം. എന്നിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ വെച്ച് DO ഒരു ചോദ്യമൊക്കെ ചോദിക്കും, പിള്ളേരെ എങ്ങനെ എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു സർക്കാർ സ്കൂളിൽ ഇതുപോലെ DO ഓടിയാൻ കയറി. DO ഓടി കയറിയപ്പം ടീച്ചർ കണക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ടീച്ചർ ഒരു പരുവത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ് കൊണ്ടുപോകണം. അതിനിടയ്ക്ക് DO എന്ന് വെച്ചു. അപ്പം പിന്നെ ടീച്ചർ ക്ലാസ് നിർത്തിയിട്ട് DO-യോട് പറഞ്ഞു, സാറ് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ DO പറഞ്ഞു, അല്ല ടീച്ചർ ക്ലാസ് എടുത്തോ എന്ന് പറഞ്ഞു. അല്ലല്ല സാറ് സംസാരിക്കും, സാർ DO വന്നതല്ലേ. അപ്പോൾ DO പറഞ്ഞു, അല്ല ടീച്ചർ അല്ല ഞാൻ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ DO ചോദിച്ചു, അല്ല അപ്പോൾ എന്നാ പഠിപ്പിച്ചത്? അപ്പോൾ കണക്ക് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ടീച്ചർ പഠിച്ച ഭാഗം ചില ചോദ്യമൊക്കെ ചോദിക്കും, പിള്ളേർക്ക് മനസ്സിലായെന്നറിയാണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, വേണ്ട സാർ അത് ചോദിക്കണ്ട, അവർക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞു. അപ്പം DO സമ്മതിക്കല്ല, DO നിർബന്ധം. അപ്പോൾ അവസാനം ടീച്ചർ ഗതികേട്ട് ചോദിച്ചു, ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന വിദ്യാനോട് ചോദിച്ചു, 8 എത്ര ചോദിച്ചു. പോകാൻ പെട്ടെന്ന് പറഞ്ഞു 88 എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഗുഡ് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ DO ടീച്ചറൊന്ന് നോക്കി, ഇത് എന്ത് മനസ്സിലായി, ടീച്ചർ DOക്ക് മനസ്സിലാവില്ല. അപ്പോൾ വീണ്ടും അടുത്ത ചോദിച്ചു, 6 എത്രയാണ്? അപ്പോൾ അവൻ പറഞ്ഞു 66 എന്ന് പറഞ്ഞു. വെരി ഗുഡ് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഈ ചോദ്യങ്ങൾ ചോദിക്കണം എല്ലാം വല്ല പൊട്ടത്തെറ്റ് ഉത്തരം പറയുമ്പോൾ ടീച്ചർ എല്ലാവർക്കും എക്സലന്റ് വെരി ഗുഡ് എന്നൊക്കെ പറയാം. അപ്പോൾ DOക്ക് ഒരു സംശയം, ഞാൻ പഠിച്ചതിൽ തെറ്റുമല്ലോ ഉണ്ടാവും. അപ്പോൾ DO ടീച്ചറെ ചോദിച്ചു, ഇവരെല്ലാം ഈ പൊട്ടത്തെറ്റല്ലേ പറയണത്, പിന്നെ ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ഈ എല്ലാത്തിനും ഗുഡൊക്കെ പറയണത്? അപ്പോൾ ടീച്ചർ വളരെ ദയനീയമായിട്ട് നോക്കിച്ചു ഈ പിന്നെ DO-യോട് പറഞ്ഞു, സാറേ ഇന്നലെ വരെ 8 എത്രയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തന്തൊക്കെ പറഞ്ഞ പിള്ളേരാ, ഇന്ന് അവരൊരു സംഖ്യ പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം DO പറഞ്ഞു, അത് ശരിയായിരിക്കും, കാരണം പിന്നെ 8 ചോദിച്ചപ്പോൾ നിന്റെ അച്ഛനോട് പോയി ചോദിക്കാൻ പറഞ്ഞാൽ 88 എന്ന് പറഞ്ഞെങ്കിൽ ഒരു വല്ലാത്ത. അപ്പോൾ ഈ ആൻസറിന്റെ ക്വാളിറ്റി അല്ല നോക്കണത്, ഉത്തരം പറയുക എന്നുള്ളതാണ്. എന്ന് പറയും പോലെ ഉത്തരം പറയുക, നമ്മളാരും മാർക്ക് ഇടുക ഒന്നുമില്ലല്ലോ. നിങ്ങളിപ്പം ശരിയായിട്ട് ഉത്തരം പറഞ്ഞാലൊന്നും കേസ് വിട്ടുതരാനൊന്നും പറ്റില്ല എനിക്ക്, തെറ്റായിട്ട് പറഞ്ഞാൽ ശിക്ഷിക്കാനും പറ്റിയല്ലോ. അപ്പൊ അതൊന്നും നോക്കണ്ട. വാട്ട് ഈസ് ദ പ്രൊവിഷൻ ഇൻ CRPC ടു ടേക്ക് കോഗ്നിസൻസ് ബൈ ദ മജിസ്ട്രേറ്റ്? 190 അല്ലേ? 3 ways അല്ലേ? മജിസ്ട്രേറ്റിന് കോഗ്നിസൻസ് എടുക്കാവുന്ന 3 ways ആണ്. ഒന്ന്, upon a police report, upon a complaint, upon other information. Then what is the provision for the sessions court to take cognizance? 193. It is a bar അല്ലേ? No sessions court shall take cognizance except upon committal. കമ്മിറ്റൽ ഇല്ലാതെ സെഷൻസ് കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാനേ പറ്റൂല. ദിസ് ഇസ് ജനറൽ റൂൾ. എന്നാൽ there are certain acts in which it is clearly stated that sessions court can take cognizance without a committal. അല്ലേ? ഏതൊക്കെയാണ് നിയമങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റുന്നത്? One is POCSO Act, സംശയമില്ല. പിന്നെ ഏതാ? പിന്നെ ഏതൊക്കെ? NDPS, പിന്നെ SC/ST പ്രൊവിഷൻ അല്ലേ? പിന്നെ ഏതാ? പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അല്ലേ? ഇതിലൊക്കെ കമ്മിറ്റിയിൽ വേണ്ട, ഇതിലും കമ്മിറ്റിയിൽ വേണ്ട. സെക്ഷൻ 33 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈവൻ വിത്തൗട്ട് എ കമ്മിറ്റൽ എ സെഷൻസ് കോർട്ട് ക്യാൻ ടേക്ക് കോഗ്നിസൻസ്. അപ്പോൾ ഞാനൊരു സംശയം ചോദിക്കാം. സപ്പോസ് എ വിക്ടിം ഓർ എനി അതർ പേഴ്സൺ who is in relation with the victim approach a POCSO special court with a complaint. കംപ്ലൈന്റ് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കണേ? സെക്ഷൻ 2D.
It's a complaint filed before a POCSO court. Whether the special POCSO court can take cognizance, or whether the session judge, special session judge, can forward the complaint under 156 clause 3 CRPC. ചോദ്യം മനസ്സിലായോ? A victim in a POCSO matter with a complaint approach the special POCSO court. എൻ്റെ കോടതിയല്ല കേട്ടോ, എൻ്റെ കോടതിക്ക് ഈ പവറൊന്നുമില്ല. കാര്യം എൻ്റെ കോടതിക്ക് ഒറ്റ പവറേ ഉള്ളൂ, ട്രയൽ മാത്രമേ ഉള്ളൂ. ട്രയൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ബാക്കി കേസൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ കോടതി, ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ കോടതി, കോടതി നേരിട്ട് പോകുന്നു, ഒരു കംപ്ലൈൻറ്റോട്ട് പോകും. ഈ കംപ്ലൈൻറ്റ് 156(3) അനുസരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറ്റുമോ സെഷൻ ജഡ്ജിന്, സ്പെഷ്യൽ ജഡ്ജിന്? അല്ലെങ്കിൽ അയക്കാതെ തന്നെ 200 അനുസരിച്ച് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അതോ മജിസ്ട്രേറ്റ് കോടതി പോകാൻ പറയണോ? 200 പറ്റും. 156(3) അയക്കാനോ? പറ്റുമെന്നോ പറ്റില്ലല്ലോ? ഡെഫിനറ്റ്ലി പറ്റും. കാര്യം ഇവിടെ സെഷൻ ജഡ്ജ് ആണെങ്കിലും ഹീ ഈസ് ഹാവിംഗ് ദ പവർ ഓഫ് ദ മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റിന്റെ എല്ലാ പവറും ഈ കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ 156(3) അയക്കാം, പിന്നെ 200 അനുസരിച്ച് പ്രൊസീഡ് ചെയ്യാം. കോഗ്നൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടേക്കിംഗ് കോഗ്നൈസൻസ്? ഇപ്പോൾ സപ്പോസ് എ കംപ്ലൈന്റ് ഈസ് റിസീവ്ഡ് ബൈ ദി മജിസ്ട്രേറ്റ് and magistrate decided to an investigation is warranted, he ordered to forward under 156(3). In that case, whether the magistrate has taken cognizance, എടുത്തോ? ഇല്ല. മജിസ്ട്രേറ്റ് മൊഴിയെടുക്കുന്നു, വാദിയുടെ മൊഴിയെടുക്കുന്നു. അതായത് മൊഴിയെടുത്തും സാക്ഷികളെ ഹാജരാക്കാൻ വെക്കുന്നു. സാക്ഷികളെ ഹാജരാക്കാൻ വെച്ചു, സാക്ഷികളെ വിസ്തരിച്ചു, പ്രതിക്ക് സമൻസ് അയക്കാൻ തീരുമാനിച്ചു. എപ്പോഴാണ് കോഗ്നിസൻസ് എടുത്തത്? വാട്ട് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് മജിസ്ട്രേറ്റ് ടു കോഗ്നിസൻസ്? സമൻസ് ഓർഡർ ചെയ്യുമ്പോൾ. വേറെ എന്താ? ഞാൻ സ്റ്റേജസ് പറഞ്ഞ് മനസ്സിലായല്ലോ. കംപ്ലൈന്റ് ഫയൽ ചെയ്തു, മജിസ്ട്രേറ്റ് കംപ്ലൈന്റ് വായിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു മൊഴിയെടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസത്തേക്ക് വാദിയുടെ മൊഴിയെടുത്തു. അതിനുശേഷം സാക്ഷികളെ ഹാജരാക്കാൻ പറഞ്ഞു, സാക്ഷികളുടെ മൊഴിയെടുത്തു. അടുത്ത ദിവസം എല്ലാം നോക്കിയിട്ട് പറഞ്ഞു സമൻസ് അയക്കാൻ കൊണ്ട് 204 CRPC പ്രകാരം സമൻസ് അയക്കാൻ പറഞ്ഞു. സമൻസ് അയക്കാൻ ഓർഡർ ചെയ്തു. ഇത്രയും ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണ് മജിസ്ട്രേറ്റ് കോഗ്നിസൻസ് എടുത്തത്? സമൻസ് പ്രതിക്ക് അയക്കുമ്പോഴാണ് ഒന്നുള്ള ഒന്ന് കൈവക്കിക്ക്. ഒരാളെ ഉള്ള പറഞ്ഞ ശബ്ദം ഒരുപാടുണ്ടായിരുന്നു. 2 പേരേ ഉള്ള. അതിന് മുമ്പേ എപ്പോ? എന്തിന് മൈൻഡ് അപ്ലൈ ചെയ്തുല്ലോ? മൈൻഡ് എപ്പോ? എന്തിന് മൈൻഡ് അപ്ലൈ ചെയ്യണം? അല്ല, അതാ നിലനിൽക്കാവുന്ന കേസുണ്ടെന്ന് പറയുമ്പോഴാണ് സമൻസ് ഇഷ്യൂ ചെയ്യണത്. അപ്പോഴാണോ കോഗ്നിസൻസ് എടുത്തതെന്ന ചോദ്യം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അന്യായം കിട്ടി, വായിച്ചു നോക്കി, മൈൻഡ് അപ്ലൈ ചെയ്തു. വായിച്ചു നോക്കിച്ചും പറഞ്ഞു, ഇത് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതാണല്ലോ. ഐ ഹാവ് അപ്ലൈഡ് മൈ മൈൻഡ് and decided this is the case in which an investigation is to be conducted. Then I direct the SHO concerned to conduct investigation. Whether I have take cognizance. I have applied my mind and decided that it is to be investigated by a proper authority. Can the magistrate set with that taken cognizance? പറ. എല്ലാവരും ഉറങ്ങിപ്പോയാ? തെറ്റ് പറയണമെന്നേ. തെറ്റ് പറഞ്ഞാലല്ലേ നമുക്ക് ശരിയെടുക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ പോലീസ് റിപ്പോർട്ട്. പോലീസ് റിപ്പോർട്ടല്ല, ഇറ്റ് കംപ്ലൈന്റ് ആണ്. What is the meaning of police report?
After investigation, the report filed under 173 close to CRPC. That's a police report. That is defined. This is not a police report. This is a complaint. ശരിക്കും ആരും ആ ഉത്തരത്തിന്റെ അങ്ങോട്ട് എത്തണില്ല. അല്ല, കംപ്ലൈന്റ് കിട്ടി. അപ്പൊ കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് എടുത്തു. ഇങ്ങനെ എടുത്തല്ലോ. മൊഴിയെടുക്കാൻ തീരുമാനിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ശരി ഇത് മൊഴിയെടുക്കാം എന്ന് ഞാൻ തീരുമാനിക്കാം. 5 മണിക്ക് ഫയൽ ചെയ്തു. 5 മണിക്ക് ഫയൽ ചെയ്തു. ഇത് മൊഴിയെടുക്കേണ്ട കേസാണല്ലോ. ഞാൻ നോക്കി 5 മണിയായി. ഫോർ സ്റ്റേറ്റ്മെന്റ് ഞാൻ നാളത്തേക്ക് വെക്കുന്നു. ഫോർ സ്റ്റേറ്റ്മെന്റ് ഓഫ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് ഞാൻ നാളത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നു. എപ്പോഴാ കോഗ്നൈസ് എടുത്തേ? നാളെ എടുക്കുന്നു ഞാൻ. എപ്പോ? എന്തെഴുതിയപ്പോ? ഫോർ ടേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. അതായത് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ, അദ്ദേഹം പറഞ്ഞതുപോലെ, വെദർ ദ മജിസ്ട്രേറ്റ് ഹാസ് അപ്ലൈഡ് ഹിസ് മൈൻഡ് ഫോർ വാട്ട് ടു പ്രൊസീഡ് അണ്ടർ 200. അതായത് ഇതൊരു മൊഴിയെടുക്കേണ്ട കേസാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ കോഗ്നിസൻസ് എടുത്തു. അന്യായം കിട്ടി, വായിച്ചു നോക്കി, ഇത് മൊഴിയെടുക്കേണ്ടതാണ് എന്ന് ഞാൻ തീരുമാനിച്ചു. ഓർഡർ ഷീറ്റിൽ എഴുതി കംപ്ലൈനന്റ് പ്രസന്റ് ഫോർ ടേക്കിംഗ് കോഗ്നിസൻസ് എടുത്തു. അല്ല, ഫോർ ടേക്കിംഗ് സോൾ സ്റ്റേറ്റ്മെന്റ് കോഗ്നിസൻസ് എടുത്തു. ഇത് നിങ്ങൾ സെക്ഷൻ 200 വായിച്ചാൽ മനസ്സിലാകും. 200 എന്താ പറയുന്നത്? ദ മജിസ്ട്രേറ്റ് ഷാൽ എക്സാമിൻ ദ കംപ്ലൈന്റ് ഓൺ ടേക്ക്, അങ്ങനെയല്ലേ പറയണത്? 200 വേർഡിങ് വായിച്ചാൽ മനസ്സിലാവും. A magistrate taking cognizance an offense on the complaint shall examine എന്നാ പറയണം. അപ്പോ എക്സാം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കോഗ്നിസൻസ് എടുക്കണം. അപ്പോ വാദിയെ വിസ്തരിച്ചാൽ കോഗ്നിസൻസ് ടേക്കണം എന്ന് തന്നെ എന്റെ അർത്ഥം, അല്ലേ? കോഗ്നിസൻസ് എടുത്തു, അപ്പൊ എടുത്തു. 156 അയക്കാനാണ് അയക്കണമെങ്കിലോ കോഗ്നിസൻസ് ഹാസ് നോട്ട് ബീൻ ടേക്കൺ. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷന്റെ 153 എന്ന് പറയുന്നതും ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 202 CRPC തമ്മിൽ വ്യത്യാസം എന്താ? ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 153 പ്രീ കോഗ്നിസൻസ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 202 പോസ്റ്റ് കോഗ്നിസൻസ് ആണ്. അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ ചോദിച്ചത്, പോക്സോ ആക്ടില് കംപ്ലൈന്റ് പോക്സോ കോടതി ജഡ്ജിക്ക് കൊടുത്താൽ ഹി ക്യാൻ ആക്ട് ആസ് എ മജിസ്ട്രേറ്റ്. സോ 190 കപ്പിൾഡ് വിത്ത് സെക്ഷൻ 33 ഓഫ് പോക്സോ ആക്ട് ജഡ്ജിക്ക് കോഗ്നിസൻസ് എടുക്കാം. എങ്ങനെ? ഐദർ ഓൺ ദ കംപ്ലൈന്റ് ഓർ ഓൺ ദി പോലീസ് റിപ്പോർട്ട്, അല്ലേ? അപ്പൊ അതാണ് ഈ സെഷൻസ് കോടതി കേസാണെങ്കിലും ഈവൻ വിത്തൗട്ട് കമ്മിറ്റിംഗ് ദ പോക്സോ ജഡ്ജ്, സ്പെഷ്യൽ ജഡ്ജ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ്. ഇനി ഇതിന്റെ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ആണ് ഇതിന്റെ ഈ സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് പറയുന്നത്. അത് നിങ്ങൾക്കത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ ഒഫൻസിനെ 2-3 തിരിച്ചിട്ടുണ്ട്. ഒന്ന് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതിന്റെ പണിഷ്മെന്റ് സെക്ഷൻ 3 ഡെഫിനിഷൻ ഓഫ് ദി പെനട്രേറ്റീവ് സെക്ഷൻ അസോൾട്ട്, സെക്ഷൻ 4 അതിന്റെ പണിഷ്മെന്റ്, സെക്ഷൻ 5 അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൻ 6 അതിന്റെ പണിഷ്മെന്റ്, സെക്ഷൻ 7 സെക്ഷൽ അസോൾട്ട്, സെക്ഷൻ 8 അതിന്റെ പണിഷ്മെന്റ്, സെക്ഷൻ 9 അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൻ 10 അതിന്റെ പണിഷ്മെന്റ്, സെക്ഷൻ 11 സെക്ഷൽ ഹരാസ്മെന്റ്, സെക്ഷൻ 12 അതിന്റെ പണിഷ്മെന്റ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതായത് മേജർ ഒഫൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷൻ 3, 4, 5, 6 ആണ് വരുന്നത്. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഗ്രാവിറ്റി കുറഞ്ഞു വരും. അതിൽ നമുക്കറിയാലോ ഈ പോക്സോ നിയമം വരുന്നതോടൊപ്പം തന്നെ 375ന്റെ ഡെഫിനിഷൻ എക്സ്പാൻഡ് ചെയ്തു അല്ലേ? മുമ്പുണ്ടായിരുന്ന റേപ്പ് അല്ല ഇപ്പോഴത്തെ റേപ്പ്. അപ്പോൾ ഇത് തതുല്യമായി പോക്സോ ആക്ടിലും അതിനനുസരിച്ച് 375ലും പിന്നെ IPCയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രധാനപ്പെട്ട സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, 376ഉം 354ഉം. ഇപ്പോൾ മാറ്റി 354A, 354B, C, D വരെയായി. 376 തന്നെ പല രൂപത്തിലായി. 376D ഇപ്പോൾ നിർഭയ കേസിന് ശേഷം ഗ്യാങ് റേപ്പ് ഒക്കെ വന്നു. ഇതിൽ തന്നെ 2019 അമെൻമെന്റ് വന്നു വിത്ത് റെസ്പെക്ട് ടു ദി സെന്റൻസ്. ശിക്ഷാവിധി ഭയങ്കരമായിട്ട് കൂട്ടി. ഈവൻ ഡെത്ത് ഇസ് ആൾസോ ഇൻക്ലൂഡഡ് പോക്സോ ആക്ട്. അപ്പോൾ ഞാൻ ആ സെക്ഷൻ 3ഉം 4ഉം 5ഉം അത് വായിക്കണ്ടല്ലോ, അത് നിങ്ങൾക്ക് വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തേൽ സെക്ഷൻ 3യിൽ വരുന്നത് ആണ് മെയിൻ ഡെഫിനിഷനായിട്ട് വരുന്നത്. A, B, C വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ അത് തന്നെ അഗ്രവേറ്റഡ് ആകുമ്പം എങ്ങനെയാണ് വരുന്നത് വെച്ചെന്നാൽ ഈ കുറ്റം ചെയ്യുന്ന ആളിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്, അഗ്രവേറ്റഡ് ആകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ ചാർജിലിരിക്കുന്നയാൾ, അല്ലെങ്കിൽ പിന്നെ റിലേഷൻസ്, അച്ഛൻ, പിന്നെ നമ്മുടെയൊക്കെ കോടതിയിൽ വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ, സ്വന്തം അച്ഛൻ, പിന്നെ അങ്ങനെ പോകും. അവരെല്ലാവരും വരുമ്പോൾ അത് അഗ്രവേറ്റഡ് ആവും. പിന്നെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ, 18 വയസ്സിൽ താഴെയുള്ളതാണെങ്കിലാണ് ചൈൽഡ് വരുന്നത്. അതിൽ തന്നെ വിക്ടിം 12 വയസ്സിൽ താഴെയാണെങ്കിൽ അത് അഗ്രവേറ്റഡ് ആവും. പിന്നെ ഒരു കുട്ടിയെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് നടത്തിയാൽ അത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആവും. മോർ ദാൻ വൺസ് എന്നേ പറയുന്നുള്ളൂ, ഒന്നിൽ കൂടുതൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഈ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സെക്ഷൻ 6ലോട്ട് പോകും. അതിൻ്റെ പണിഷ്മെന്റ് സെക്ഷൻ 6ലോട്ട് പോകും. സെക്ഷൻ 6ൽ 2019 അമെൻമെന്റിന് ശേഷം, 2019 അമെൻമെന്റിന് മുമ്പ് അതിൻ്റെ പണിഷ്മെന്റ് റിഗറസ് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10 years ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു ഫോർ ലൈഫ് ആൻഡ് ലയബിൾ ടു ഫൈൻ എന്നായിരുന്നു. അത് ഇപ്പോൾ 2019 എങ്ങനെയായി? നോട്ട് ലെസ് ദാൻ 20 years but which may extend to imprison for life, which shall mean imprison for the remainder of the natural life of that person. അങ്ങനെയാക്കി. ആൻഡ് ആൾസോ ലയബിൾ ടു ഫൈൻ വിത്ത് ഡെത്ത് ആക്കി. ഇപ്പോൾ അതാണ് 2019. അതിൻ്റെ കറക്റ്റ് ഡേറ്റ് 16/8/2019. അപ്പോൾ 16/8/2019 മുമ്പ് നടന്ന ഒരു ഒഫൻസ് നമ്മളിപ്പോൾ 21 ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുക. 21 ട്രൈ ചെയ്തു, നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു, കുറ്റം ചെയ്തു എന്ന് കണ്ടു. ഏത് ശിക്ഷ കൊടുക്കണം? പഴയത് കൊടുക്കണം. 2019 ശേഷം അള്ള വെച്ച് കൊടുത്തുകൂടെ? എന്തുകൊണ്ടാ? ആർട്ടിക്കിൾ 20. യെസ്, അത് ശരിയാ. ഇനി ഒരു കാര്യം കൂടി, ഈ പോക്സോ ആക്ട് വരുന്ന തീയതി, ഇഫക്റ്റിൽ വരുന്ന തീയതി, ഇത് എവിടെയാ നമ്മൾ നോക്കി കണ്ടുപിടിക്കണേ? അല്ല, ഒരു നിയമം എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് എവിടെ നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്താ പറഞ്ഞിരിക്കണേ? It shall come into force on such a date as central government by notification in the official gazette എന്നല്ലേ പറഞ്ഞിരിക്കണേ? അതെന്താണ്? 19/6 അല്ല, 14/11/2012 അതിന്റെ താഴെ എഴുതിയിട്ടില്ലേ? ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് ഓൺ 14/11/2012
ആ SO നമ്പർ ഡേറ്റഡ് 9/12/2012 ഫസ്റ്റില്ലേ നിങ്ങളാ ഈ അമെൻമെന്റ് എടുത്ത് നോക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ 19 പറയുന്നത്. ആ ആക്ടിന്റെ ചാപ്റ്റർ 1 താഴെ കൊടുത്തിട്ടില്ലേ? ആ ബുക്കിന്റെ പേജ് 3 താഴെ ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് 14, 11, 12 ആണ്. 14, 11, 12 ശേഷം വരുന്നതെല്ലാം ഇതിൽ വരും, പോക്സോ ഒഫൻസ് വരും. ഐ തിങ്ക് നിങ്ങളുടെ കേസിലാണോ? ഒരു കേസിൽ അത് വന്നു. അതുകൊണ്ട് 14, 11 തൊട്ട് മുമ്പത്തെ ദിവസം 12, 13 തീയതിയായിരുന്നു. 13 തീയതി എന്നാൽ പോക്സോ ഓഫൻസ് നിൽക്കില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ ഉണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മളൊക്കെ സംശയം ഉണ്ടാകുന്ന ഒരു പ്രൊവിഷനാണ് 24 and 25. The recording of a statement of a child. The statement of a child shall be recorded at the residence of the child or at a place where he usually resides or at the place of his choice, and as far as practicable by a woman police officer not below the rank of the sub-inspector. The police officer, while recording the statement, the child shall not be in uniform. The police officer making the investigation shall, while examining the child, ensure that at no point of time the child come in contact with any way with the accused. No child shall be detained in the police station in the night for any reason. The police officer shall ensure that the identity of the child is protected from the public media unless otherwise directed by the special court in the interest of the child. Then 25. In the statement of the child is being recorded under 164 CRPC, the magistrate recording such statement shall notwithstanding 164 26. The magistrate or a police officer, as the case may be, shall record the statement as spoken by the child in the presence of parents of the child or any person in uniform the child has trust or confidence. Whenever necessary, magistrate, the police officer, as the case may be, may take assistance the translator, interpreter having such qualification, experience, and on payment of such as what. The magistrate, the police officer, as the case may be, in the case of child having mental, physical ability, seek assistance of a special educator. Yes. Whenever possible, magistrate or the police officer, as the case may be, shall ensure that the statement of the child is also recorded by audio, video, electronic means. What is the purpose of including these provisions? For whose benefit? It is exclusively for the benefit of the child. Whether an accused can take a contention for there is a contravention of the violation of this provision. Suppose in a case where the police officer has not complied, section 24 state endana shall be recorded at the residence of the child. It is recorded in the police station. It has come out in evidence that the statement has been recorded at the police station. What is its impact? Because it is for the protection of the child. അത് ഒരു ഡിസിഷൻ ഉണ്ട് കേട്ടോ, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ അല്ല, ആ സെയിം പോയിന്റ് ഒരു ഡിസിഷൻ ഉണ്ട്. അതായത് 2006 16 KHC 2829. അതെനിക്ക് വേണം ബോംബെ ഹൈക്കോടതി എനിക്ക് തോന്നുന്നു 2016 KHC 2829. അതിനകത്ത് തന്നെ പറയണം, അതായത് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദീസ് പ്രൊവിഷൻ ദി അക്യൂസ് cannot take such a condition because it is including for the benefit of the child. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പ്രിയാമ്പിൾ വായിച്ചത്. അതുകൊണ്ടാണ് 2016 KHC 2829. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ, അത് സാധാരണ നമുക്കറിയാലോ എല്ലാ ക്രിമിനൽ കേസിലും ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂഷൻ ടു പ്രൂവ് ദ കേസ്, അല്ലേ? ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ദ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ്. ബട്ട് ഇൻ certain act there is presumption. Negotiation Instrument Act 139 presumption ഉണ്ട്.
അല്ലേ? unless the contrary is proved, it shall be presumed that the check has been issued for the liability as mentioned in section 138. അതാണ് presumption. ഇവിടെ സെക്ഷൻ 29 ഉണ്ട്, പ്രിസംപ്ഷൻ. അതായത് 29 എന്താ പറയണേ? where a person is prosecuted, where a person is prosecuted for committing or abetting or attempt to commit any offence under sections 3, 5, 7 and section 9 of this act, the special court shall presume such a person has committed, abetted or attempt to commit the offence as the case may be, unless the contrary is proved. എന്താണ് അതിൻ്റെ അർത്ഥം? when a person is prosecuted, when a person is said to be prosecuted, എപ്പോഴാണ് ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയുക? അതായത് FIR വന്നു, ഇൻവെസ്റ്റിഗേഷൻ വന്നു, ഇൻവെസ്റ്റിഗേഷൻ്റെ ഫൈനൽ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തു, കോടതി പരിശോധിച്ചു, 204 അനുസരിച്ച് സമൻസ് ഇഷ്യൂ ചെയ്തു, പ്രതി ഹാജരായി, പ്രതിക്ക് കോപ്പി കൊടുത്തു, ചാർജിൻ്റെ ഹിയറിംഗ് നടത്തി, പ്രൈമ ഫേസിയ കേസുണ്ടെന്ന് കണ്ട് ചാർജ് ഫ്രെയിം ചെയ്തു, പ്രോസിക്യൂഷൻ എവിഡൻസ് അഡ്യൂസ് ചെയ്തു, അതിനുശേഷം പ്രതിയെ ചോദ്യം ചെയ്തു, ദെൻ പ്രതിഭാഗം തെളിവെടുത്തു, പിന്നെ വാദം കേട്ടു, കൺക്ലൂഷൻ ജഡ്ജ്മെന്റ്. ഇതിലെവിടെയാണ് which is the time at which we can say the accused is prosecuted? എപ്പോഴാണ്? ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ. പിന്നെ ഒരുപാട് സ്റ്റേജസ് ഞാൻ പറഞ്ഞു, ഇതിലെവിടെയാണ്? ചാർജ് ഫ്രെയിം ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞു. പിന്നെ ചാർജ് ഫ്രെയിം ചെയ്യുമ്പോഴാണോ പ്രോസിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്? അപ്പോഴാണോ? ചാർജ് വായിക്കുമ്പോഴാണോ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയണേ? ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്തു, പോലീസിന്റെ അപ്പോഴല്ലേ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം നിങ്ങളേതെങ്കിലും ക്രിമിനൽ കേസ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാര്യം എന്താ? എനിക്കെതിരെ ഒരു ഫൈനൽ റിപ്പോർട്ട് വന്നു, അപ്പോഴല്ലേ വരണേ? അല്ല, പ്രോസിക്യൂഷൻ നമ്മൾ ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യല്ലേ? whether the person can be prosecuted for the offence. Yes, because after investigation the investigating officer came to the conclusion that he is to be prosecuted. Then what is to be done by him? He filed a final report before the court for what? For prosecuting. അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എപ്പോൾ തുടങ്ങണം? ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തുടങ്ങണമെന്നാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത്, അങ്ങനെയാണ്. ഇനി വായിക്കൂ സെക്ഷൻ 29. എപ്പോഴാ? when a person is prosecuted, court shall presume. അപ്പൊ അർത്ഥം എന്താ? ഒരാളെ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്താൽ കുറ്റം ചെയ്തതായിട്ട് പ്രസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ അല്ലാന്ന് ആര് തെളിയിക്കണം? അങ്ങനെയാണ് ആക്ട് പറയണത്, അല്ലേ? സെക്ഷൻ എങ്ങനെയാ പറയണത്? കാര്യം വെച്ചെന്നാല് ഈ ഇപ്പൊ സിമിലർ പ്രിസംപ്ഷൻ വേറെ ഒരുപാട് ആക്ടിലുണ്ട്. NDPC ആക്ടിലുണ്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ഉണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 138. പക്ഷെ അവിടെയൊന്നും ഈ വേർഡല്ല. അവിടെയൊന്നും അക്യൂസ് പ്രോസിക്യൂട്ടർ എന്നല്ല പറയണത്. ഒരു ക്രിമിനൽ ട്രയലിന്റെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന് എതിരായിട്ടുള്ള സാധനമായി വന്നിരിക്കുന്നത്, അല്ലേ? അല്ലേ പിന്നെ ഒരാളെ ഫൈനൽ റിപ്പോർട്ടർ കഴിഞ്ഞാൽ പിന്നെ unless the contrary is proved, the court shall presume. What is the meaning of shall presume? What is the meaning of conclusive proof? May presume,
shall presume conclusive proof. What is the meaning of conclusive proof? Need not be proved എന്നാണോ? അതിലോട്ട് ശരിക്കുള്ള ഇതിലോട്ട് എത്തണില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും കാര്യം, പക്ഷെ അങ്ങോട്ട് എത്തണില്ല. cannot be challenged. കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞേ. സെക്ഷൻ 4 conclusive proof. When one fact is declared by this act to be conclusive proof of another, the court shall, on proof of that fact, regard the other provided, ഇനിയാണ് പ്രധാനം, and shall not allow evidence to be given for the purpose of disproving it. മനസ്സിലായേ? അത് ഡിസ്പ്രൂവ് ചെയ്യാൻ തെളിവ് ഹാജരാക്കാനുള്ള റൈറ്റേ ഇല്ല. അതാണ് കൺക്ലൂസീവ് പ്രൂഫ്. ഷാൽ പ്രൊസ്യൂം ആണെങ്കിൽ നമുക്ക് റിബട്ട് ചെയ്യാം, മേ പ്രൊസ്യൂം ആണെങ്കിൽ കോടതി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും റിബട്ട് ചെയ്യാം. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് കൺക്ലൂസീവ് പ്രൂഫ്, നോ പാർട്ടി ഈസ് അലൗഡ് ടു അഡ്യൂസ് എനി എവിഡൻസ് ടു ഡിസ്പ്രൂവ് ഇറ്റ്. അതാണ്, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അപ്പൊ ഇവിടെ ഷാൽ പ്രൊസ്യൂമാ പറയണത്. പറഞ്ഞ് ചാർജൊക്കെ കൊടുത്തു, കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്താൽ പിന്നെ പ്രോസിക്യൂഷൻ ഒരു പണിയില്ല, മറ്റവർ ഡിസ്പ്രൂവ് ചെയ്യണമെന്നാണ് സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ കേരള ഹൈക്കോടതി 2-3 ഡിസിഷനിൽ കുറച്ചുകൂടി അത് വാട്ടർ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പ്രീസിഡന്റ് എന്ന് പറയുന്നത് ആ പ്രിസംപ്ഷൻ ആരംഭിക്കുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ദ പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് നെസസറി മെറ്റീരിയൽസ്, അപ്പോഴാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് കുഴപ്പമാവും. അപ്പൊ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ രാംകുമാർ സാറിന്റെ ഒരു ആർട്ടിക്കിൾ KHC വന്നിരുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചുണ്ടോ? വായിച്ചില്ലല്ലേ? ഈ പിന്നെ KHCയിൽ പിന്നെ നമ്മുടെ രാംകുമാർ സാറ്, അതുപോലെ തന്നെ പഴയ നടരാജൻ സാറുണ്ടല്ലോ, അറിയൂ? ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടൊക്കെ നടരാജൻ സാറല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? എവിടെ വർക്ക് ചെയ്തിട്ടില്ലേ? ഞാൻ സർവീസിൽ കയറുമ്പോൾ ഞങ്ങളുടെ അക്കാഡമിയുടെ ഡയറക്ടറായിരുന്നു സാർ. നമ്മുടെ ഇടമേലാർ കേസൊക്കെ വിധിച്ചതാണ്. നമ്മുടെ ബാലകൃഷ്ണപിള്ള ജയിലിൽ വിട്ടി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയൊക്കെ ആർട്ടിക്കിൾ KHCയിൽ വരും, ക്രിമിനൽ ലോയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. രാംകുമാർ സാറിൻ്റെ നിങ്ങൾ അതൊക്കെ വായിക്കണം. അപ്പം അതിനകത്ത് ആ ആർട്ടിക്കിളിൽ സാർ ഈ 2 ഡിസിഷനെ അല്പം അത് ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ഹൈക്കോടതി പറഞ്ഞ ഇതാണ്, പ്രിസംപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ല, മറിച്ച് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂഷൻ ടു എസ്റ്റാബ്ലിഷ് സെർട്ടൺ മെറ്റീരിയൽ ഫാക്ട്സ്. അത് കുറച്ച് ശരിയാണെന്ന് നമുക്ക് തോന്നാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ പോക്സോ ആക്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രോസിക്യൂഷൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ടു ബി പ്രൂവ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ? ദ വിക്ടിം ഈസ് എ ചൈൽഡ്, അല്ലേ? അത് പ്രൂവ് ചെയ്യണ്ടേ? അപ്പൊ അത് പ്രൂവ് ചെയ്യാതല്ലേ പോക്സോയിലായിട്ട് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടേ? എന്നാലല്ലേ പറ്റുള്ളൂ. ഇനി പ്രോസിക്യൂഷൻ അലർജ് ചെയ്യുകയാണ് an accused committed a sexual assault. അപ്പൊ സെക്ഷൽ അസാൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ ആദ്യം എന്ത് ചെയ്യണം? പ്രോസിക്യൂഷൻ ഷുഡ് എസ്റ്റാബ്ലിഷ് an act has been committed by the accused. ഇന്ന ആക്ട് ചെയ്തു എന്ന് പറയണ്ടേ? എന്ന് പറഞ്ഞാലല്ലേ കോടതിക്ക് ആ ചെയ്ത ആക്ട് സെക്ഷൽ അസാൾട്ട് ആണോ അല്ലയോ എന്ന് വരുത്താൻ പറ്റുള്ളൂ. അപ്പോഴേ പ്രിസംപ്ഷൻ തുടങ്ങിയാലോ? അത് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ പിന്നെ പ്രത്യേകതയാണ്, അല്ലേ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെദർ ദർ ഈസ് എവിഡൻസ് ആക്ട് exclusively for criminal court and exclusively for a civil court, whether there is two evidence act, only one evidence act equally applicable to civil court and criminal court. പിന്നെ എന്തുകൊണ്ടാണ് ക്രിമിനൽ കോടതിയിൽ സിവിൽ കോടതിയിൽ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മതിയെന്നും ഇവിടെ ബിയോണ്ട് ഷാഡോ ഓഫ് റീസണബിൾ ഡൗട്ട് വേണമെന്ന് പറയാൻ കാര്യം എന്താ? എവിടെ പറയണം അങ്ങനെ? എവിഡൻസ് ആക്ട് പറയുന്നുണ്ടോ ഇത് ക്രിമിനൽ കോടതിക്ക്, ഇത് സിവിൽ കോടതിക്ക് പറയുന്നുണ്ടോ? പക്ഷെ നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്? സിവിൽ കോടതിയിൽ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മതി, ക്രിമിനൽ കോടതിയിൽ ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ബിയോണ്ട് ഷാഡോ ഓഫ് ആൾ റീസണബിൾ ഡൗട്ട്. എന്തുകൊണ്ടാണ്?
What is a cardinal principle? അതെ, ബർഡൻ ഓഫ് പ്രൂഫ് വരാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നെന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്രിമിനൽ കോടതിയിൽ അങ്ങനെ വരണം, സിവിൽ കോടതി ഇത് മതി എന്ന് പറയാൻ കാര്യം? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? നമ്മളെല്ലാവരും പറയുന്നു ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂഷൻ ടു സ്റ്റാൻഡ് ഹിസ് ഓൺ ലെഗ്. പറയാനല്ലേ നമ്മൾ വാദം പറയൂല്ലോ, പ്രോസിക്യൂട്ടർ പറയും യു ഷുഡ് സ്റ്റാൻഡ് യുവർ ഓൺ ലെഗ്. വൈ യു ആർ അപ്രോച്ചിങ് മൈ ഡിസബിലിറ്റി ഓഫ് ദ ഡിഫൻസ് പറഞ്ഞു നമ്മൾ വാദം പറയാറ് സാധാരണ പറയാറില്ലേ. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? എവിഡൻസ് ആക്ട് ഈസ് ഓൺലി വൺ which is applicable to civil court as well as criminal court. But we should say that in criminal court the prosecution should prove the case beyond shadow of all reasonable doubt. Otherwise in civil court you should prove the preponderance of probability. What is the principle behind it? ഒരു വർഷത്തെ പ്രാക്ടീസ് മാത്രമുള്ളവരുണ്ട്, ഒരാളെ ഒരു വർഷം അത് നിങ്ങൾ പഠിച്ചിറങ്ങിയതല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവരൊക്കെ പഠിച്ചിട്ട് കുറേ നാളായി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണുമല്ലേ, അവിടെ പഠിക്കണത് ഇവിടെ കാണുന്നുണ്ടോ അല്ലേ ബന്ധമുണ്ടാണ്, ഒരു ബന്ധമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഈ മിക്കവാറും ഈ LLBക്കൊക്കെ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവർ ഇവിടെ വന്നിട്ട് ഒരു പെറ്റി കേസ് ലെവലിൽ നടക്കും. അവിടെ ഏറ്റവും നന്നായിട്ട് ഉഴപ്പി ഇയർ പാസ് മേടിച്ചതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ആണ് അല്ലേ. അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്, അങ്ങനെയാണ്. അല്ല, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചിറങ്ങിയാൽ നിങ്ങളുടെ മൈൻഡ് ഫ്രഷപ്പ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് നിയമം വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യങ്ങൾ, നമ്മൾക്കറിയാം സിവിൽ കോടതിയിൽ അത് മതി, ക്രിമിനൽ കോടതിയിൽ ഇത് വേണം. എന്താണ് അതിൻ്റെ കാര്യം? വാട്ട് ഇസ് ദ ഡിഫറൻസ്? നിങ്ങൾ ഒരുപാട് ഈ വലിയ നിലയിൽ ചിന്തിക്കുമ്പോൾ കിട്ടത്തില്ല ആൻസർ. ഭയങ്കരമായിട്ടൊക്കെ ജൂറിസ്പ്രുഡൻസ് ഗോൾഡൻ റൂൾ ഒക്കെ വെച്ച് നോക്കി കിട്ടത്തില്ല. കോമൺ സെൻസ്, യൂസ് കോമൺ സെൻസ്. നിരപരാധി നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അപ്പൊ അപരാധിയാണെങ്കിൽ പ്രിഫറൻസ് പോവുള്ളത് മതിയോ? എന്തുകൊണ്ട്? ലിബർട്ടി ആയിട്ട് അല്ലേ, ഒരു മനുഷ്യന്റെ ലിബർട്ടി ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ. മറ്റേത് അവന്റെ സ്വത്ത് പോകുന്നേ ഉള്ളൂ, ഇതല്ല ഇത് നേരെ അകത്തു പോവുകയാണ് അല്ലേ. അപ്പൊ ഒരു മനുഷ്യന്റെ പേഴ്സണൽ ലിബർട്ടി ആയിട്ടുള്ള ബന്ധപ്പെട്ട് അവൻ ജയിലിൽ പോകുന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. എവിഡൻസ് ആക്ടിൽ വ്യത്യാസമൊന്നും കാണുന്നുണ്ടോ? ഇപ്പൊ ഒരു ഈ സെക്ഷൻ 58 അല്ലേ, അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്, അങ്ങനല്ലേ? Is it applicable in the criminal case? Section 58 അല്ലേ? Facts admitted need not be proved. ഒരിടത്ത് പറയുന്നില്ല, സിവിൽ മാത്രമാണ് പറയുന്നില്ല. ഇതാ സെക്ഷൻ പറഞ്ഞ ഇതാണ്. എന്താണ്? No fact need be proved in any proceeding which the parties thereto or agent agree to admit hearing, whether hearing agree to admit any right in writing under hand or which any rule pleading in force they are deemed to have committed the pleadings. Is it applicable in the criminal case? Can you point out any instance in which section 58 is applicable? Admitted facts need not be proved. Whether the criminal court is acting based on this principle. Can you point out any instance? Confession. Confession ഓടെ നിൽക്കട്ടെ. കൺഫെഷനൊക്കെ ഒരുപാട് സെക്ഷൻ 25 അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ വരണമല്ലോ. പ്ലീഡിംഗ് ഗിൽറ്റി നടത്തുന്നത് ഏത് വെച്ചിട്ട്? നിങ്ങൾ പ്ലീഡിംഗ് ഗിൽറ്റി നടത്താറില്ലേ? എന്തോ പ്രിൻസിപ്പിൾ? ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. കുറ്റം ചെയ്ത ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ എവിഡൻസ് ആക്ടിൽ അങ്ങനെ അവിടെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? Court shall presume that he committed the offence. Certain offence ആണ് സെക്ഷൻ 357 അങ്ങനെയാ പറയാം. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട് പറയുന്നതനുസരിച്ചാണെങ്കിൽ ലിറ്ററലി ഇന്റർപ്രറ്റ് ചെയ്താൽ എങ്ങനെയാണ്? when a final report is filed before a court of law it shall be presumed എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അത് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ പ്രിൻസിപ്പലിന് എതിരാണോ എന്ന് ചോദിച്ചാൽ എതിരാണെന്ന് പറയേണ്ടി വരും. ബട്ട് അതുകൊണ്ടാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞത്
പ്രിസംപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? വെനെവർ ദ പ്രോസിക്യൂഷൻ പ്രൂവ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് സർട്ടൺ മെറ്റീരിയൽ ഫാക്ട്സ്, അങ്ങോട്ട് പോകും. അപ്പൊ പിന്നെ പ്രതിയുടെ ബർഡൻ ആവും. അപ്പൊ പിന്നെ പ്രതി റിപ്പോർട്ട് ചെയ്യണം. പ്രതി എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? പ്രതി എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അതേക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഒരു കേസ് പ്രൂവ് ചെയ്യുന്ന അതേ അളവിൽ വേണോ, അതോ ഒരു സിവിൽ കേസിനെ പോലെ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മതിയോ? അങ്ങനെ വരാമല്ലോ, രണ്ട് തരത്തിൽ വരാം. 139 എങ്ങനെ നിങ്ങൾ എടുക്കണം? 139 പ്രിസംപ്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യേണ്ട അത്രയും ഡിഗ്രി വേണ്ട, പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മതി, ഒരു ചെറിയ ഡിഫൻസിന്റെ കേസ് മതി. ഇവിടെ എന്താ പറയുന്നത്? സെക്ഷൻ 30 പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 30 എന്ന് പറയുന്നത് വേറൊരു പ്രിസംപ്ഷനാണ്. ആ പ്രിസംപ്ഷൻ എന്താണ്? മെൻസറിയ, ക്രിമിനൽ ഇന്റൻഷൻ. നമുക്കറിയാലോ എല്ലാ ക്രിമിനൽ കേസിലും ആക്ടസറിയ ആൻഡ് മെൻസറിയ ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചല്ലേ, ഒരു പ്രവൃത്തി ഈ സെക്ഷൻ 7 പറയുന്നത് എന്താണ്? ആൻ ആക്ട് വിത്ത് സെക്ഷൽ ഇന്റന്റ് ആയിരിക്കണം അല്ലേ? സെക്ഷൻ 7 എന്താ പറയണേ? ഹൂവർ വിത്ത് സെക്ഷൽ ഇന്റന്റ്. അപ്പൊ അത് വേണം, അതില്ലാതെ വരുമില്ല. വിത്ത് സെക്ഷൽ ഇന്റന്റ് ടച്ചസ് ദ വജൈന, പെനീസ്, ആനസ് ഓർ ബ്രസ്റ്റ് ഓഫ് ചൈൽഡ് ഓർ makes the child touch the vagina, penis, anus or breast or such person, either person does any act with sexual intent ആയിരിക്കണം. അപ്പോൾ സെക്ഷൽ ഇന്റന്റ് വേണം. ഇപ്പൊ അറിയാതെ ടച്ച് ചെയ്താൽ വരണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, വിക്ടിം പറയുകയാണ് he touched my body a particular part with sexual intent എന്ന് അലിജ് ചെയ്താൽ ഇനി സെക്ഷൻ 30 വരാം. സെക്ഷൻ 30 എന്താ പറയണേ? ഇൻ എനി പ്രോസിക്യൂഷൻ ഫോർ എനി ഒഫൻസ് അണ്ടർ ദിസ് ആക്ട്, സെക്ഷൻ 29 3, 5, 7, 9 മാത്രമേ ഉള്ളൂ. സെക്ഷൻ 30 എനി ഒഫൻസ് അണ്ടർ ദിസ് ആക്ട് വിച്ച് റിക്വയർസ് എ കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് ഓൺ ദി പാർട്ട് ഓഫ് ദി അക്യൂസ്ഡ്, ദ സ്പെഷ്യൽ കോർട്ട് ഷാൽ പ്രിസ്യൂം. എന്താ പ്രിസ്യൂം ചെയ്യേണ്ടത്? the existence of such mental state. അപ്പോൾ ആ ആക്ടില് അയാൾക്ക് ഇറ്റ് ഈസ് കപ്പിൾഡ് വിത്ത് സെക്ച്വൽ ഇന്റന്റ് ആണെന്നുള്ളത് അതും കോടതിക്ക് പ്രസ്യൂം ചെയ്യാം. ബട്ട് ഇറ്റ് ഷാൽ ബി എ ഡിഫൻസ് ഫോർ ദി അക്യൂസ്ഡ് ടു പ്രൂവ് ദിസ് ഫാക്ട്, പ്രൂവ് ദ ഫാക്ട് that he had no such mental state with respect to the act charged as an offense in that prosecution. അപ്പോൾ പ്രതിക്ക് സെക്ഷൽ ഇന്റന്റ് ഇല്ല എന്ന് പ്രതിക്ക് ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാം. ഇനി ആ ഫാക്ട് എന്താ? അത് അടുത്ത് പറയുന്നുണ്ട്. എന്താണ്? ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ എ ഫാക്ട് ഈസ് പ്രൂവ്ഡ്, സെറ്റ് ടു ബി പ്രൂവ്ഡ് എപ്പോഴാണ്? ഓൺലി വെൻ ദ സ്പെഷ്യൽ കോർട്ട് ബിലീവ്സ് it to exist beyond reasonable doubt and not merely when this existence is established by preponderance of probability. അതാ വ്യത്യാസം കണ്ടോ? അതായത് സാധാരണ ഒരു ഡിഫൻസിന് ഒരു കേസ് പ്രൂവ് ചെയ്യേണ്ട ബർഡൻ ഉണ്ടെങ്കിൽ അതൊന്നും ബിയോണ്ട് ദ ഷാഡോ ഓഫ് ഡൗട്ട് വേണ്ട, മിയർ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മതി. എന്നാൽ ഇവിടെ പറയുന്നു എന്താണ്? സെക്ഷൽ ഇന്റന്റ് പ്രസ്യൂം ചെയ്യുന്നത് കോർട്ട് ഷാൽ പ്രസ്യൂം എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു ഇറ്റ് ഷാൽ ബി ഫോർ ദി അക്യൂസ്ഡ് ടു പ്രൂവ് എ ഫാക്ട് ടു ഷോ ദാറ്റ് there was no sexual intent. But how the fact is to be proved? That fact is to be proved എങ്ങനെയാണ്? ബിയോണ്ട് റീസണബിൾ ഡൗട്ട് വേണം. എങ്ങനെ? പ്രോസിക്യൂഷൻ സാധാരണ ക്രിമിനൽ കേസ് ചെയ്യണം അതേ നിലവാരത്തിൽ വേണം. ഏത് പോരാ? പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി പോരാ. മനസ്സിലായില്ലേ? അപ്പോൾ സെക്ഷൻ 29 30 കൊണ്ട് പ്രതിയെ നല്ല കാര്യമായി ഇരുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്ത് ജൂറിസ്പ്രുഡൻസ് എന്ന് തോന്നും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പ്രിയാമ്പിള് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുമെന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്
ഇത് ഒരു ചൈൽഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമ്മളൊരു ഡിഫൻസ് മോഡിലൊക്കെ ചിന്തിച്ചാൽ നമുക്കിത് ഇതായിട്ട് തോന്നും. പക്ഷേ വി കനോട്ട് ഷട്ട് അവർ ഐസ് റിഗാർഡിങ് ദ സോഷ്യൽ തിങ്സ് അല്ലേ. ഒരു 11 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് 2 വയസ്സ് ഒക്കെയുള്ള കുട്ടികളൊക്കെ വിക്റ്റിമായിട്ട് വരുമ്പോൾ അവിടെയാണ് ഈ നിയമത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ ഒരു പ്രതിയുടെ എന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. ദിസ് ഈസ് ആക്ട് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പ്രൊട്ടക്ഷൻ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദി ചൈൽഡ് വിക്റ്റിം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതിനകത്ത് വന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ അല്ലയോ എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ ആ പ്രിസംഷൻ ഒരു പക്ഷേ വരുന്ന ഫ്യൂച്ചറിൽ അത് ചെറിയൊരു വാട്ടർ ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വേഡിങ് അങ്ങനെ ആയതുകൊണ്ട്, അതായത് പിന്നെ അതിനകത്ത് വേറെ സംഗതി കൂടെ ഉള്ള വെച്ചെന്നാൽ അത് ഇപ്പോൾ പഠിച്ചിറങ്ങിയവർക്ക് അറിയാൻ പറ്റും. വാട്ട് ഈസ് ദ ഫസ്റ്റ് റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട്? ആദ്യത്തെ റൂൾ എന്താ? നിങ്ങൾ ജൂറിസ്പ്രുഡൻസ് പഠിച്ചിട്ടില്ലേ? ഒരു സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രിറ്റ് ചെയ്യണം, ആദ്യത്തെ റൂൾ എന്താ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ വക്കീലാകയില്ല എന്ന് വിചാരിക്കണ്ടോ? പഠിത്തത്തിൽ നിന്നുള്ള ചോദ്യം രക്ഷപ്പെട്ടാണ് വക്കീലായിട്ട് കോട്ട്. അന്നേരം ഇവിടെ വേറെ ചോദ്യം. ലിറ്ററൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലേ, ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. പിന്നെന്താ? പിന്നെ മിസ്ചീഫ്, റൂൾ ഓഫ് മിസ്ചീഫ് ഉണ്ട്, ജസ്റ്റം ജനറീസ്. അതിൽ ഈ പിന്നെ ലിറ്ററൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു വെച്ചാൽ ദി കോർട്ട് ഹാസ് നോ റൈറ്റ് ടു ആഡ് എനി വേർഡ് ടു ദി സ്റ്റാറ്റ്യൂട്ട്. അങ്ങനെയാണ് അല്ലേ? ഇഫ് ദ വേർഡ് യൂസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റർ ഇസ് ക്ലിയർ, അൺആംബിഗ്യുവസ് ആൻഡ് മീനിങ്ഫുൾ, ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഇന്റർപ്രിട്ടേഷൻ. അതാണ് ലിറ്ററൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇവിടെ വേർഡ് യൂസ് ഇസ് പ്രോസിക്യൂഷൻ. സോ ദ കോർട്ട് ഈസ് നോട്ട് ഹാവിംഗ് എനി പവർ ടു ഇന്റർപ്രറ്റ് deviating from the intention of the legislator. The presumption is the legislator has committed no mistake. അങ്ങനെയാണ് presumption. പണ്ടത്തെ ഇതാണ് കേട്ടോ, ഇപ്പോഴത്തെ ലെജിസ്ലേറ്റർ അല്ല കേട്ടോ. ലെജിസ്ലേറ്റർ തെറ്റുപറ്റിയല്ലെന്നാണ്. അതാണ് ഈ ഗോൾഡൻ റൂളിൻ്റെ ഇന്റർപ്രിട്ടേഷൻ്റെ പ്രത്യേകത. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അവർക്ക് തെറ്റുപറ്റത്തില്ല. അവരറിഞ്ഞുകൊണ്ട് തന്നെ ഈ വാക്കോടെ എഴുതി ചേർത്തു. അപ്പോൾ നമ്മൾ നോക്കി വെച്ചും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻജസ്റ്റിസ് ഉണ്ട്, അബ്സഡിറ്റി ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട. കാര്യം ഇഫ് ദി വേർഡ് ഈസ് അൺആംബിഗ്യുവസ് ഇറ്റ് ഷുഡ് ബി ഇന്റർപ്രറ്റഡ് ഇൻ സച്ച് എ വേ. ഇഫ് വേർഡ് ഈസ് ആംബിഗ്യുവസ് ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പ്രോസിക്യൂഷനിൽ പിന്നെ അൺആംബിഗ്യസ് ഒന്നുമല്ല. ഇപ്പൊ പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉപയോഗിച്ചിട്ട് വാക്ക് അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് പോകേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീഡ് റൈറ്റ് ഓഫ് എൻ അക്യൂസിന് എതിരായിട്ട് വന്നുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. പക്ഷേ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കേരള ഹൈക്കോടതിയിലൊക്കെ കേസ് വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് 29 and 30. എനിക്ക് തോന്നുന്നത് അത് ഈ നിങ്ങൾ ആ രാംഗോപാൽ സാറിൻ്റെ ആർട്ടിക്കിൾ ഒന്ന് വായിക്കും നന്നായിട്ട്. പ്രത്യേകിച്ച് ജൂനിയേഴ്സൊക്കെ വായിക്കും. അപ്പോൾ അതൊക്കെ നോക്കാം. അങ്ങനെ ഒരു തിങ്കിങ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നും ചിലപ്പോൾ. ഇപ്പോൾ പോക്സോ കേസിൽ എല്ലാ കേസിലും 164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും. അറിയാലോ, സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡർ ഉണ്ട്. പിന്നെ 164 CRPC ബൈ ദ മജിസ്ട്രേറ്റ്. 154 സ്റ്റേറ്റ്മെൻറ്റ് അറിയാലോ, സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ഉണ്ട് 154. എന്തുവാ? FI സ്റ്റേറ്റ്മെൻറ്റ്. 161 സ്റ്റേറ്റ്മെൻറ്റ് സാക്ഷ്യബലി. What's the difference between the statement recorded under 154 and 161? What's the difference between 154 statement and 161? Usage ആണ് ഞാൻ ചോദിക്കണം. രണ്ടും പോലീസ് എടുക്കണമല്ലേ? 154 164 അല്ല, 154 and 161. How it can be used? How an FI statement and a statement under 161 can be used in the trial? അതായത് രണ്ടും സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല അല്ലേ?
What is the meaning of substantive evidence? നമ്മൾ പറയാറുണ്ട് 161 statement is not a substantive evidence. FI statement is not a substantive evidence. What is the meaning of substantive evidence? Substantive evidence is the evidence given by the witness before the court. അതാണ് substantive evidence. 161 is not a substantive evidence. 154 statement is not a substantive evidence. But how it will be used? എവിടെയാ പറയുന്നത്? യൂസ് ഓഫ് 161 സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 162-ലാണ്. 162 CRPC അതിൽ പറയുന്നു എന്താണ്? ഇറ്റ് ഈസ് cannot be used. 161 cannot be used except for the purpose of contradiction. 154 can be used for contradiction as well as corroboration. 164 also can be used for corroboration and contradiction. ഇതിനല്ലാതെ ഈ 3 സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾ പറയുകയാണ് ഞാൻ ഈ സംഭവത്തിൽ വെച്ച് പരിക്ക് പറ്റിയ ആളാണ്, ഞാൻ പോലീസിൽ ഒരു മൊഴി കൊടുത്തു, ആ മൊഴിയാണ് എന്നെ കാണിച്ചത്, ഇതിൽ എൻ്റെ ഒപ്പുണ്ട്, FI സ്റ്റേറ്റ്മെന്റ് മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് P1, ദാറ്റ് ഈസ് ഓൾ എന്ന് പറഞ്ഞു പ്രോസിക്യൂട്ടർ ദാറ്റ് ഈസ് ഓൾ യുവർ ഓണർ മിണ്ടിയിരിക്കുന്നു. വാട്ട് ഈസ് ദ ക്രോസ് വി ആർ ഗോയിങ് ടു കണ്ടക്ട്? നിങ്ങളൊരു ഡിഫൻസ് കൗൺസിൽ ആണെങ്കിൽ എന്ത് ക്രോസ് ചെയ്യും? ഒന്നുകൂടെ പറയാം. ഈ കേസിൽ ഉപദ്രവമേറ്റ എനിക്കാണ്, ഈ കേസിൽ പ്രതി എന്നെ വടിവാൾ വെച്ച് വെട്ടി, ഞാൻ പോലീസിനൊരു മൊഴി കൊടുത്തു, ആ മൊഴിയാണ് ഈ കാണിച്ചത്, ഇതിൽ എൻ്റെ ഒപ്പുണ്ട്, FI സ്റ്റേറ്റ്മെന്റ് മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് P1, കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓൾ. എന്ത് ക്രോസ് ചെയ്യും നിങ്ങൾ? എന്ത് കോൺട്രഡിക്ഷൻ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോൺട്രഡിക്ഷൻ? കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കോൺട്രഡിക്ഷന് മിനിമം എന്ത് വേണം? 2 സ്റ്റേറ്റ്മെന്റ് വേണം, അല്ലേ? കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ഒരു കാര്യം പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുന്നു, അതാണ് കോൺട്രഡിക്ഷൻ. അപ്പൊ കോൺട്രഡിക്ഷൻ എന്ത് വേണം? 2 സ്റ്റേറ്റ്മെന്റ് വേണം. എപ്പോൾ കൊടുത്തതായാലും, ഇപ്പൊ കൊടുത്തതായാലും കുറെ നാൾ മുമ്പ് കൊടുത്തതായാലും 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലേ കോൺട്രഡിക്ഷൻ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയാം, 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലേ കോൺട്രഡിക്ഷൻ ഉള്ളൂ. ഇനി സാക്ഷിയോട് ചോദിക്കുകയാണ്, ക്രോസിൽ ചോദിക്കുകയാണ്, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വെട്ടി എന്നൊക്കെ പറഞ്ഞു, ഇത് ഈ കേസല്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കൃത്യം നടന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് വെള്ളപ്പാൻ്റ് ആയിരുന്നു? സാക്ഷി വെള്ളപ്പാൻ്റ് ആയിരുന്നു. വെള്ളപ്പാൻ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഈസ് ഇറ്റ് എ കോൺട്രഡിക്ഷൻ? ഇറ്റ്സ് നോട്ട് എ കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാ? ഓൺലി 1 സ്റ്റേറ്റ്മെന്റ്. വെള്ളപ്പാൻ്റ് ആയിരുന്നു ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതേസമയം FI സ്റ്റേറ്റ്മെന്റ് അവൻ പറയുകയാണ് ഞാൻ അന്ന് കറുത്ത പാൻ്റ് ഇട്ടിരുന്നു. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ആയി. എന്താ? അന്ന് ഞാൻ കറുത്ത പാൻ്റ് ഇട്ടിരുന്നു, അന്ന് ഞാൻ വെളുത്ത പാൻ്റ് ഇട്ടിരുന്നു, 2 സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പോഴാണ് കോൺട്രഡിക്ഷൻ. അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു കൂട്ടൊരു സാക്ഷി നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളത് പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഓർക്കും ഈ പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താ? അത് കോൺട്രഡിക്ഷൻ അല്ല, അത് കോൺട്രഡിക്ഷനേ അല്ല. ഈ കോൺട്രഡിക്ഷൻ കൊറോബറേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. ഒറ്റ ഡിസിഷൻ വായിച്ചാൽ മതി. എന്താണ്? തഹസിൽദാർ സിംഗ് ഡിസിഷൻ. എനിക്ക് തോന്നുന്നു 59 KHC 477 എന്ന് തോന്നുന്നു, സബ്ജക്റ്റ് കറക്ഷൻ. അതെനിക്ക് തോന്നുന്നു അത് വായിക്കണം. ഒരു ക്രിമിനൽ ലോയർ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡിസിഷനാണത്. തഹസിൽദാർ കേസ് അടിച്ചു കൊടുത്താൽ അതിങ്ങ് വരും. കറക്റ്റ് സൈറ്റ് അല്ല, പ്രോസിക്യൂട്ടർ പറയുന്നത് ഒരുപാട് പേജുണ്ടെന്ന്. ഒരുപാട് പേജുണ്ട്. അതിൽ നല്ല ഇത്രയും ഭംഗിയായിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഡിസിഷൻ വേറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കണം നിങ്ങൾ, കോൺട്രഡിക്ഷൻ എന്താണ്. അതുപോലെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉപയോഗിക്കണമെങ്കിൽ അതാണ് ഈ OD ആൾട്ടർ പ്രിൻസിപ്പിൾ, അറിയാലോ. ഒരു വൺ കനോട്ട് ബി ഡിസൈഡഡ് അൺഹേഡ് എന്നുള്ളതാണ്. ഇപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നു സാക്ഷി, പോലീസിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു, പോലീസിൽ കൊടുത്തപ്പോൾ പറഞ്ഞു പിന്നെ
പാവാട പൊക്കാൻ ശ്രമിച്ചു പോലീസിൽ, കോടതി വന്നിട്ട് പാവാട പൊക്കി എൻ്റെ ഷഡ്ഡിയിൽ തൊട്ടു. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റായി, കോൺട്രഡിക്ഷനാണ്. അപ്പോൾ എന്ത് ചോദിക്കണം നമ്മൾ? ഇപ്പോൾ കോടതി നിങ്ങൾ പറഞ്ഞല്ലോ, ആ വിവരം നിങ്ങൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയും? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണുന്നു, വായിച്ച് കേൾപ്പിക്കണം, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണിപ്പിക്കും. അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കോൺട്രഡിക്ഷനായി, പ്രൂവ്ഡ് കോൺട്രഡിക്ഷനാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രൂവ്ഡ് കോൺട്രഡിക്ഷൻ. അപ്പോൾ സാക്ഷി ഡിനൈ ചെയ്തു, ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഉണ്ട്. അപ്പോൾ ഇത് എഴുതിയ ആളുണ്ടല്ലോ, അയാൾ വരുമ്പോൾ അയാളോട് ചോദിക്കണം, ഇത് ഇങ്ങനെ സാക്ഷിയെ പറഞ്ഞു തന്നിട്ടുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പോൾ കോൺട്രഡിക്ഷൻ ഇസ് പ്രൂവ്ഡ്. ഇനി സാക്ഷിയോട് ചോദിക്കുകയാണ്, വായിച്ച് നിങ്ങൾ ഇങ്ങനെ പാവാട പൊക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാണും, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺട്രഡിക്ഷൻ പ്രൂവ്ഡായി. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് അവസരം ചോദിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇനി ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 പ്രൊവിഷൻ 145 എവിഡൻസ് ആക്ട് 145 അതുകൂടെ വായിക്കണം. കാര്യം അതാണ് എങ്ങനെ 145ന്റെ 2 പാർട്ടുണ്ട് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? 145 എവിഡൻസിന് 2 പാർട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 145ന്റെ ഫസ്റ്റ് പാർട്ട് ക്രോസ് എക്സാമിനേഷൻ ആണ്, 145ന്റെ സെക്കൻഡ് പാർട്ട് കോൺട്രഡിക്ഷൻ ആണ്. ഇനി നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. 145 എ വിറ്റ്നസ് മേ ബി ക്രോസ് എക്സാമിൻഡ് as to the previous statement made by him in writing or reduced in the writing and relevant to matters in question without such writing being shown to him. ക്രോസ് എക്സാമിൻ നടത്തുന്നതിന് അയാളെ ഡോക്യുമെന്റ് കാണിക്കാതെ നമുക്ക് ക്രോസ് ചെയ്യാം. മനസ്സിലായി? ക്രോസ് എക്സാം നടത്തുന്നതിന് വിത്തൗട്ട് ബീയിങ് ഷോൺ ടു ഹിം, അത് കാണിക്കാതെ ക്രോസ് എക്സാമിനേഷൻ നടത്താം, സെക്കൻഡ് പാർട്ട്. ഓർ ബീയിങ് പ്രൂവ്ഡ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈ റൈറ്റിംഗ് ഹിസ് അറ്റൻഷൻ മസ്റ്റ് ബിഫോർ റൈറ്റിംഗ് ക്യാൻ ബി പ്രൂവ്ഡ് ബി കോൾഡ് ടു ദോസ് പാർട്ട് ഓഫ് വിച്ച് ആർ ടു ബി യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് കോൺട്രഡിക്റ്റ് ചെയ്യും. അത് അയാളുടെ ശ്രദ്ധ ക്ഷണിക്കണം, എന്തു പറയാനുണ്ടെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിച്ചില്ല എങ്കിൽ ദാറ്റ് കോൺട്രഡിക്ഷൻ കാനോട്ട് ബി യൂസ്ഡ്. അതുകൊണ്ടാണ് വക്കീലന്മാരൊക്കെ ചോദിക്കല്ലേ, നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണുന്നുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത് ഈ സെക്കൻഡ് പാർട്ട് വെച്ചിട്ടാണ്. എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ട്, കാര്യം മനുഷ്യനല്ലേ, പല പറയാം. അപ്പൊ അതുകൊണ്ട് അയാളോട് ചോദിക്കാതെ നമുക്കിതെടുത്ത് ഉപയോഗിക്കാൻ പറ്റൂല. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഈ 164ഉം 161ഉം 154ഉം ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത 161 കോൺട്രഡിക്ഷൻ മാത്രമേ ഉപയോഗിക്കുമ്പോൾ കോറോബറേഷൻ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ 154ഉം 164ഉം ഈ രണ്ടിന് ഉപയോഗിക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു വിക്ടിം, ഇപ്പൊ ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു വിക്ടിം പോക്സോ കേസിൽ പിന്നെ വിക്ടിമായി, പിന്നീട് അവർ കല്യാണം കഴിച്ചു, പിന്നെ കേസ് നടക്കുന്ന സമയത്ത് മൈനറായിരുന്നു, 18 വയസ്സ് കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ചു, ഇപ്പൊ കേസ് കോടതിയിലുണ്ട്. അപ്പോ എങ്ങനെ മൊഴി കൊടുക്കും? കോടതി വന്ന് കള്ളം പറയണമല്ലോ, പോലീസിൽ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാം, പക്ഷെ മജിസ്ട്രേറ്റ് മുമ്പിൽ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. മജിസ്ട്രേറ്റ് മുമ്പിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ 164 മൊഴി കൊടുത്തു. പ്രോസിക്യൂട്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ മജിസ്ട്രേറ്റ് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ആ മൊഴിയായി കാണിക്കുന്നത്, അതെ, ഇത് നിങ്ങളുടെ ഒപ്പുണ്ടോ? ഒപ്പം. മജിസ്ട്രേറ്റ് മുമ്പിൽ സത്യം ചെയ്ത് കൊടുക്കുന്ന മൊഴിയാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി യൂസ്ഡ്? ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺവിക്ടിംഗ് ദ അക്യൂസ്ഡ്. അത് വെച്ച് പ്രതിയെ ശിക്ഷിക്കാവോ? ഇവിടെ കോടതി സത്യം ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ അവിടെ കോടതി സത്യം ചെയ്ത് കൊടുത്ത വഴിയാണ്. അപ്പൊ അതങ്ങനെ ശിക്ഷിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് പ്രതിയെ ശിക്ഷിച്ചുകൂടാ? ഞാൻ ജഡ്ജായിട്ട് ഞാൻ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് മജിസ്ട്രേറ്റിനെ വിളിച്ചു, മജിസ്ട്രേറ്റ് കോടതിയൊന്നും മൊഴി കൊടുത്തു, മൊഴിത ഞാൻ മജിസ്ട്രേറ്റായിട്ട് നിൽക്കുമ്പോൾ CDMന്റെ കസ്തൂരകാലം ഞാൻ ഈ മൊഴി രേഖപ്പെടുത്തി, ആ മൊഴിയാളി കാണിച്ചു, ഞാൻ രേഖപ്പെടുത്തി മൊഴിയാണ് എന്ന് പറയുന്നത്. ആ മൊഴി വെച്ച് പ്രതിയെ ശിക്ഷിക്കാൻ പാടില്ലേ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് പറ്റില്ല? ഉറപ്പില്ലാന്നോ?
ആ മജിസ്ട്രേറ്റ് ആദ്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ സ്വതന്ത്രമായിട്ടാണോ എഴുതുന്നത്, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല, പേടിയുണ്ടോ ഇല്ല, ഇതൊക്കെ ഉണ്ട്. അപ്പോഴോ അതായത് അതെല്ലാം മാറ്റി, ഒരു ത്രെട്ടും ഇല്ല, വോളണ്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോഴോ പ്രതി അറിഞ്ഞിട്ടില്ലേ? പ്രതി ഇപ്പൊ കോടതി കാണിച്ചില്ല. പ്രതി നിൽക്കുമ്പോഴല്ലേ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണേ. മനുഷ്യട്ട് ഒന്ന് പറയണം, ഞാൻ റെക്കോർഡ് ചെയ്ത മൊഴിയാണിത്. ഇപ്പൊ ഞാൻ ശിക്ഷിക്കാൻ പോയെന്ന് വെച്ചു, നിങ്ങൾ എങ്ങനെ വാദം പറയും? ഐ ആം ഗോയിങ് ടു കൺവിക്ട് ഓൺ ദ ബേസിസ് ഓഫ് 164. പ്രതി നമ്മൾ വായിച്ചു കേൾപ്പിക്കുമല്ലോ. ഇങ്ങനെ മജിസ്ട്രേറ്റ് വന്ന് വഴി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്ന് ചോദിക്കുന്നു. 313 എക്സാമിനേഷൻ നടത്തി. ഒരു മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഓഫീസർ ആസ് കോണ്ടംപ്ലേറ്റഡ് ബൈ ലോ റെക്കോർഡ് ചെയ്തതല്ലേ 164 CRPC പ്രകാരം. എന്തുകൊണ്ട് അത് വെച്ച് പറ്റില്ല? ഡോക്ടറെ ഡോക്ടറൊക്കെ മോശമാണോ മജിസ്ട്രേറ്റ്? മജിസ്ട്രേറ്റ് എല്ലാവരെയൊക്കെ മാറ്റി നിർത്തി, നിങ്ങൾ ഇങ്ങനെയൊന്നും മൊഴി പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചോദിച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് എഴുതിയിരിക്കണം. വീഡിയോ റെക്കോർഡിംഗ് കൂടെ ഉണ്ട്. അപ്പോഴാ വീഡിയോ റെക്കോർഡിംഗ് കൂടെ ഉണ്ട്. എന്തുകൊണ്ടെന്ന് പറയും, പറ്റിയല്ല കോടതി എന്ന് പറഞ്ഞാൽ മതിയോ? ശിക്ഷിക്കാൻ പറ്റിയല്ല കോടതി, എന്തുകൊണ്ടാണോ അത് പറ്റിയല്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ലല്ലോ, ഇന്നതുകൊണ്ട് പറ്റിയല്ലെന്ന് പറയണ്ടേ? ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. അതുകൊണ്ടാണ് അത് എന്തിനു ഉപയോഗിക്കാൻ പറ്റൂ? കൊറോബറേറ്റ് ചെയ്യാനും കോൺട്രഡിക്ഷനും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല. അതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റൂല അത് വെച്ചിട്ട്. അതുകൊണ്ടാണ് ശിക്ഷിക്കാൻ പറ്റാത്തത്. Section 60. Oral evidence must be direct. Oral evidence must, in all cases, whatever be direct, that is to say, if it refers to a fact which could be seen, it must be the evidence of a witness who says he saw it. ഇവൻ കണ്ടെന്ന് പറഞ്ഞ, ഈ സാക്ഷി ഞാൻ കണ്ടെന്ന് പറഞ്ഞ, എന്താ പറഞ്ഞത്? 22/9/2020 ഈ വിക്ടിം റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോ ഈ പ്രതി കയറി പിടിച്ചത് ഞാൻ കണ്ടെന്ന് പറഞ്ഞ. അപ്പൊ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് ഇദ്ദേഹം ചോദിക്കുമല്ലോ, പ്രശ്നം ചോദിച്ചവൻ എന്ത് പറയും? ഞാൻ കണ്ടേ എന്ന് പറയും, ഇല്ലേ? നിങ്ങൾ അങ്ങനെ കണ്ടു? ഞാൻ കണ്ടു. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് രസകരമായൊരു അനുഭവമുണ്ട്. ഞാനേ ശരിക്കും പറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 89 എൻറോൾ. ഞാൻ 12 വർഷം വക്കീൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഞാൻ മജിസ്ട്രേറ്റ് ആയത്. ആ കേസില്ലാഞ്ഞിട്ടൊന്നും അല്ല, എനിക്ക് സാമാന്യം ഇഷ്ടം പോലെ കേസുണ്ടായിരുന്നു. ഞാൻ ഒരു മർഡർ കേസൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഫേം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഓഫീസറായതാണ്. എൻ്റെ സീനിയറൊന്നും എന്നെ വിടത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു 138 കേസ് നടത്താൻ പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടി എറണാകുളത്ത്. ഞങ്ങൾ പ്രതിക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് അപ്പയർ ചെയ്ത് പിന്നീട് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഒരാളാണ്. പേര് ഞാൻ പറയാല്, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി. ഈ കേസ് എൻ്റെ സീനിയറിൻ്റെ റിലേറ്റീവ് ആയിരുന്നു പ്രതി. ഇത് നമ്മളിങ്ങനെ വായിച്ച് പഠിക്കണം. അപ്പോൾ എന്തൊക്കെ സാധനം, ഞങ്ങൾ കോടതി പോയി, കോടതിയിൽ നിന്ന് ബെഞ്ച് ക്ലർക്കിൻ്റെ ഈ സാധനം എടുത്തിട്ട് കംപ്ലീറ്റ് മെറ്റിക്കുലസ് വെരിഫൈ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ക്രോസ് ചെയ്തു വാദിയെ. വാദി എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടതല്ല, AVT കമ്പനിയാണ് വാദി. നിങ്ങൾക്കറിയാലോ AVT കമ്പനിയുടെ സ്ട്രെങ്തും. മേനോൻ ആൻഡ് പൈ വക്കീൽ ഓഫീസ് അറിയാലോ, എറണാകുളത്ത്. അവിടുത്തെ ഒരു വക്കീലാണ് അപ്പിയർ ചെയ്യണത്. ഞങ്ങൾ 2 കൊച്ചു പിള്ളേർ. വാദി മൊഴിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ AD കാർഡിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി നമ്മുടെ ഒപ്പിട്ടിരിക്കുന്നത്, മനസ്സിലല്ലേ? ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒപ്പങ്ങ് ഡിനേ ചെയ്തു. ഏതാ ഞങ്ങളുടെ ഒപ്പല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ ഏത് പോയി? ഇത് ഓതറൈസ് സിഗ്നേറ്ററി അല്ലേ, അതിനകത്ത് എന്ത് തർക്കം വരാണ്? ഓതറൈസ് സിഗ്നേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഓതറൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ ഈ ഓതറൈസ് സിഗ്നേറ്ററി തർക്കം എടുക്കാം, അവിടെ അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ പ്രതിയോട് പറഞ്ഞു, ഈ കേസ് ഇവിടെ ശിക്ഷിക്കും, ട്രയലിൽ ശിക്ഷിക്കും, പക്ഷെ അപ്പീലില്ല, വെറുതെ വിടുമെന്ന് പറഞ്ഞു. കേസ് ശിക്ഷിച്ചു ട്രയലിൽ, അപ്പീലിൽ വെറുതെ വിട്ടു. എന്താ കാര്യം എന്നറിയോ? ഈ AVT കമ്പനിക്ക് സിസ്റ്റർ കൺസേൺ ഉണ്ട് ഒരുപാട്, വലിയ കമ്പനിയല്ലേ. ഈ AD കാർഡിൽ
ഈ സെന്ററിന്റെ സീൽ അടിച്ചിരിക്കുന്ന AVTയുടെ അല്ല, സിസ്റ്റർ കൺസേണിന്റെ സീല. മനസ്സിലായോ? അപ്പം 130 നോട്ടീസ് കൊടുക്കേണ്ടത് ആരാ? പേ നോട്ടീസ് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ശരിക്കും നോട്ടീസ് ഇല്ല. ഈ കാര്യം ഞങ്ങൾ ക്രോസ് ചെയ്തില്ല, മിണ്ടിയില്ല. ഞങ്ങൾ ക്രോസ് വേറെ തരത്തിലോട്ട് ചോദിച്ചു. ഈ പുള്ളിക്കാരൻ ശ്രദ്ധിച്ചില്ലേ ഏതാ നോട്ടീസ് ഉണ്ടാകുന്നുള്ളത്. അപ്പൊ ഞങ്ങൾ കീഴ്ക്കോടതി പറഞ്ഞു, പക്ഷെ കീഴ്ക്കോടതി മജിസ്ട്രേറ്റ് അത് കണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പീലിൽ പോയി ഇദ്ദേഹം തന്നെ വന്ന് വാദം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു there is no notice your honor. നോട്ടീസ് ഇല്ലേ? there is no notice പറഞ്ഞു. AVT is a pay. അപ്പൊ ജഡ്ജി പറഞ്ഞു വക്കീല് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഗതിയാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ വേറൊരു കേസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒന്ന് ജഡ്ജി ഒന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കേസ് കൊടുത്ത് വെറുതെ വിട്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് ഇത് ആദ്യം തന്നെ എടുത്തിട്ട് നോട്ടീസ് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ തെളിവുകൊണ്ടുവരാൻ പറഞ്ഞാൽ എന്താ? AVTയും സിസ്റ്റർ കൺസേണും ഒന്നാണെന്ന് കൊണ്ടുവരൂല്ലേ? ആ കാര്യമൊക്കെ കഴിഞ്ഞുപോയി. എന്തുകൊണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞതല്ല, നമ്മൾ കേസ് നടത്തുമ്പോ എല്ലാ റെക്കോർഡുകളും നമ്മൾ മെറ്റിക്കുലസ് ആയിട്ട് പരിശോധിക്കുക. എന്നിട്ട് ചീഫ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ നമ്മുടെ വേറെ ചില കുഴപ്പങ്ങളുണ്ട്. ഞാൻ അത് തുറന്നു പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യം തന്നെയാണോ ഓഫീസർ എഴുതണം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന വരും. ഈ പറയാത്ത കാര്യത്തെ സംബന്ധിച്ചൊന്നും നമ്മൾ ചോദിച്ചു വെക്കരുത്. മനസ്സിലായി? അപ്പോ സെക്ഷൻ 60 പറയണ എന്താണ്? ഒരാൾ കണ്ടതാണെങ്കിൽ അവൻ കണ്ടെന്ന് പറയണം. അങ്ങനെ പറയണത്, അങ്ങനെ തന്നെ പറയണേ. A witness who has to state I have seen it. കേട്ടതാണോ? I have heard it. വേറെ എന്തെങ്കിലും തരത്തിലാണോ? I have perceived in other means എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ഡയറക്റ്റ് എവിഡൻസ് ആവുള്ളൂ. അപ്പൊ നമ്മൾ കയറി ക്രോസ് ചെയ്യാൻ പോയാൽ എന്ത് പറയും? ഞാൻ കണ്ടെന്ന് പറയും. ചോദിക്കരുത്. ഞാനൊക്കെ ഒരുപാട് കേസ് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വക്കീലന്മാർ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ സാക്ഷിയൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മളിങ്ങനെ കേട്ടിട്ട് ഇനി എന്തെങ്കിലും ചോദിച്ചു നോ ക്രോസ് പറഞ്ഞാൽ ചിലപ്പോൾ സംശയം തോന്നുന്നവർക്ക്. അപ്പം നമ്മൾ വെറുതെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ഇങ്ങനെ ഉണ്ടോ, ഇന്ന് നിങ്ങൾ ചോറ് മേടിച്ചു തന്നില്ലേ? ഒരു കാര്യമില്ല എന്നുവെച്ചാൽ അവിടെ നിർത്തുമ്പോൾ വാദിഭാവം വിചാരിക്കേ ഒന്നും ചോദിച്ചില്ലല്ലോ. അപ്പം വാദം പറയുമ്പോഴാണ് അതിനകത്ത് ഇപ്പം കണ്ടെന്ന് പറയത്ത് നമ്മളെന്തിനാ ചോദിക്കണം? കക്ഷി ആ കാലമൊക്കെ പോയി. ഈ കക്ഷിനെ കണ്ട് കേസ് നടത്തുന്ന കാലമൊക്കെ പോയി. ആൾക്കാർക്കൊക്കെ നല്ല വിവരമായി. ഇപ്പൊ നമുക്കങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് കേസ് നടത്തിയാൽ ഒരു സംശയം വിചാരിക്കേണ്ട, കേസുകൾ വരും. ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. നിങ്ങൾ നന്നായിട്ട് കേസ് നടത്തിയാൽ, മനസ്സിലായില്ലേ? കേസ് നടത്തിയാൽ കേസുകളൊക്കെ താനേ വരും. അതുകൊണ്ട് അതൊന്നും വക്കീൽ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു പ്രൊഫഷൻ വേറെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം നമ്മളെല്ലാം പഠിക്കണ്ടേ? ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ മോട്ടോർ മെക്കാനിസം പഠിക്കാതെ പറ്റത്തില്ല. ഒരു ഡോക്ടറെ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടോക്സിക് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് പഠിക്കാതെ പറ്റത്തില്ല. ഒരു എഞ്ചിനീയറെ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് പഠിക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമുക്കുള്ളത് പോലെ വിവരം വേറെ ആർക്കും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ കേസ് നടത്തുമ്പോൾ അത് പരമാവധി. പിന്നെ ഈ പല വക്കീലന്മാരും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡിസ്ചാർജിന് വാദം പറയാറില്ല. വല്ലതും പറയാറുണ്ടോ? നിങ്ങൾ പറയാം ചെയ്തോളാം പറയും. അങ്ങനെയല്ല. കേസ് നോക്കണം. കേസ് നോക്കിയിട്ട് മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ യു ഷുഡ് ആർഗ്യൂ ഫോർ ദ ഡിസ്ചാർജ്. അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പൊ അതും ചെയ്യണം. ഇപ്പൊ എൻ്റെ കോടതിയിൽ പലരും ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാർജ് കോടതി ചാർജ് എഴുതണേ. അത് നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടോ? ആരും ശ്രദ്ധിക്കാറില്ല. കോടതി ട്രയൽ മുമ്പ് കോടതി കാസ്റ്റ് ഫ്രെയിം ചാർജ് ഞാൻ എഴുതാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ചാർജ് എഴുതി വെക്കും. നിങ്ങൾ അത് നോക്കണം. ആ ചാർജിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ല പോലീസ് ഇങ്ങനെ പലതും എഴുതി വെക്കും. പോലീസ് ഇങ്ങനെ അവിടെ കിടന്ന് ഇലക്ട്രിക് പോസ്റ്റിന്റെ അവിടെ നിന്ന് 56 മീറ്റർ അങ്ങോട്ട് പോയിട്ട് ഇലക്ട്രിക് പോസ്റ്റിന്റെ അതൊക്കെ പോലീസ് എഴുതി വെക്കും. അതൊന്നുമല്ല ചാർജ്. ചാർജ് എന്ന് പറയുന്നത് കോടതി ഇത് നോക്കിയിട്ടൊരു ചാർജ് ഫ്രെയിം ചെയ്യും. അത് നോക്കണം. എന്താണ് കോടതി എഴുതിയിരിക്കണ ചാർജ് അത് നോക്കണം. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ചാർജ് ഒന്നും ഇല്ല, അതുകൊണ്ട് ആ കാലമൊക്കെ പോയി. മനസ്സിലായില്ലേ? ഇപ്പൊ ചാർജിനല്ല, ചാർജ് ഇല്ലെങ്കിലും ഒഫൻസ് പ്രൂവ്ഡ് എന്നാണ് ശിക്ഷ വരുന്നത്. ഒരു ഫെയിലർ ടു മെൻഷൻ ചാർജ് ഇസ് നോട്ട് ഫെയ്റ്റൽ എന്നാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ അത് നോക്കണം. എല്ലാ റെക്കോർഡുകളും നന്നായിട്ട് നോക്കി വേണം പറയാനായിട്ട്. പിന്നെ സാക്ഷിയോട് ഞാൻ ഈ പറഞ്ഞ പോലെ കോൺട്രഡിക്ഷനും കൊറോബറേഷനും ഒക്കെ ഈ പോക്സോ കേസിൽ ശരിയാണ്. ഈ അധികം ഒന്നും ചോദിക്കാൻ ഉള്ള സ്കോപ്പ് നിങ്ങൾക്കില്ല. പക്ഷേ അത് ഉണ്ടാകണം എപ്പോഴാന്ന് വെച്ചാൽ
ഒന്ന്, പോക്സോ കേസിൽ നിങ്ങളുടെ മുമ്പിൽ എത്ര മൊഴി വരും? ഒരു വിക്ടിമിന്റെ എത്ര മൊഴി നിങ്ങളുടെ കയ്യിലുണ്ടാവും? ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര മൊഴി ഉണ്ടാവും? 3 മൊഴി ഉണ്ടാവും. ഒന്ന്, ആദ്യം 161 അല്ലെങ്കിൽ 154, പിന്നെ 164, പിന്നെ ചീഫ് എക്സാമിനേഷൻ, അല്ലേ? അപ്പോൾ ഈ 3 നമ്മൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ മിക്കവാറും പോക്സോ കേസിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ ആദ്യം ചെന്ന് വിവരം പറയുന്നുണ്ടെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ ടീച്ചറോടോ ഒക്കെ ആയിരിക്കും. അവരായിരിക്കും കോടതിയിൽ പോലീസിൽ FI മൊഴി കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ എന്ത് പറ്റും വെച്ചെന്നാൽ ഇത് ഈ നമുക്കറിയാമല്ലോ, ഈ ഇപ്പോൾ എന്നോട് ഒരാളൊരു കാര്യം പറയും, എന്നോട് ഇപ്പം വേണ്ട, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും അവിടെ പോയി അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, സാറാണ് എടുത്തത്, എന്താണ് എടുത്തത് എന്ന് പറയും. ഞാനിവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊരു 3-4 വാചകത്തിൽ പറയും, അയാളോട് പറയുന്നു. അയാൾ കേട്ടിട്ട് വേറെ നീ അപ്പോൾ അവിടെ മറ്റേ സംസാരിക്കണുണ്ടല്ലോ. ഞാൻ സംസാരിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ അവിടെ ക്ലാസ് എടുക്കാൻ പോയത്, അപ്പോൾ അവിടെ സാറെന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരി എന്തായിരിക്കും അവിടെ പറയണത്? ഇങ്ങേര് പറഞ്ഞതിൻ്റെ 10-1 പറയും, ഇല്ലേ? അങ്ങനെ പറ്റൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചെന്നാൽ ഈ അവിടെ പറയുന്ന കാര്യങ്ങൾ അടുത്തടുത്ത് കൊടുക്കുമ്പോൾ പിന്നെ എടുത്ത് കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞോട്ടൊക്കെ വേരിയേഷൻസ് വരും. അപ്പോൾ അതിനകത്ത് ആ വേരിയേഷൻസ് വരുത്തുക എന്നേ നടക്കൂ. പിന്നെ അതിനകത്ത് നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന എന്താ വെച്ചെന്നാൽ ഒരു കുട്ടി പറയുന്ന മൊഴി അമ്മ കൊടുക്കുമ്പോൾ കുറച്ച് കയ്യുന്നിട്ട് കൊടുക്കും, ഇല്ലേ? സ്വാഭാവികമാണ്. അതാണിപ്പോൾ കുട്ടി എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ ഇങ്ങനെ പിടിക്കാൻ വന്നു എന്നായിരിക്കും. അമ്മ ശേഷിച്ചെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ പിടിച്ചെന്ന് പറയും, ഇല്ലേ? അതൊക്കെ പറ്റും. അപ്പോൾ എന്ത് പറ്റണമെന്നുള്ള ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 150 തവണയെങ്കിലും നമ്മൾ ഈ റെക്കോർഡുകൾ കംപ്ലീറ്റ് വായിക്കണം. അതേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ കോടതിയിൽ ഈ നമ്മളെന്തെങ്കിലും ഒരു ലീഗൽ ഇത് ചോദിച്ചാൽ നിങ്ങൾ അതേ എന്ന് പറയാൻ അല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതല്ല, അതെ അല്ല എന്ന് പറയണം. എന്തുകൊണ്ട്? നമ്മൾ ഇതൊക്കെ പുസ്തകത്തിലുള്ള കാര്യമില്ല ഈ പറയണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജഡ്ജി പറഞ്ഞത് കൊണ്ട് ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു എടുത്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓരോ ഇതിലും ഉണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് ജൂനിയേഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് പറയണത്, നിങ്ങൾ ഈ ബൈബിളിൻ്റെ ഇവരെ കണ്ടിട്ടില്ലേ? റോഡ് സൈഡിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്നവർ, എത്രയോ നാളുകൊണ്ട് പ്രസംഗിക്കുന്നവരാ, എന്നാലും അവരുടെ ഈ ബുക്ക് ഉണ്ടാവില്ലേ? ബൈബിൾ കാണാപ്പോടായിരിക്കും, എന്നാലും ബൈബിൾ ഉണ്ടാവും. അതുപോലെ വേണം CRPC ഈ പോക്സോ ഇത് കയ്യിലുണ്ടാവണം എപ്പോഴും. നമുക്കിതൊന്നും മൊത്തം കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. ഏത് സാധനം വന്നാലും അപ്പം നോക്കി നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ഈ പുസ്തകം നന്നായിട്ട് വേണം. ഇത് സബ്സ്റ്റാൻറ്റീവ് ലോ പഠിക്കാതെ പറ്റത്തില്ല. അപ്പോൾ ഈ മുഴുവൻ വായിക്കണം, 1 to അത്രയും മൊത്തം കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. പിന്നെ ക്രോസ് എക്സാമിനേഷനൊക്കെ പറഞ്ഞാൽ കേട്ട് പഠിക്കേണ്ട കാര്യമാണ്. നല്ല സീനിയേഴ്സൊക്കെ ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോക്സോ കേസിൽ ഒരുപാട് പരിമിതികളുണ്ട്, പ്രതിഭാഗം വക്കീൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ പലപ്പോഴും കോടതി നിങ്ങളുടെ ഈ മഹസർ സാക്ഷിയെ നിങ്ങൾ എടുത്തിട്ട് പൊരിക്കണ കണ്ടിട്ടുണ്ട് പലരും. ഒപ്പിട്ടു എന്ന് പറയുമ്പം അവന്റെ തല കടിച്ചു കീറും നിങ്ങൾ. നീ എവിടെ പോയി ഒപ്പിട്ടത്? പിന്നെ വെള്ള പേപ്പറിലാണോ ഒപ്പിട്ടത്? തമാശക്ക് ഞാൻ പറയാറ്, തമാശക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ള പേപ്പറിലാണോ ഒപ്പിട്ടത് ചോദിച്ചപ്പോൾ പ്രോസിക്യൂട്ടർ റീയോയ്ക്കായിരുന്നേറ്റ് ഈ വെള്ള പേപ്പർ. ഞാൻ ചോദിച്ചാലേ വെള്ള പേപ്പറല്ലേ ഒപ്പിട്ടത്? അപ്പൊ നോക്കി വെള്ള പേപ്പറിലാണെന്ന് എഴുതിയിരിക്കണത്. അപ്പൊ ഒരു സാക്ഷിയുടെ വെള്ള പേപ്പറിലാണോ ഒപ്പിടും? അവൻ വെള്ള പേപ്പറിലാണെന്ന് പറഞ്ഞു, മഹസർ വെള്ള പേപ്പറിലാണ്. അപ്പൊ വക്കീൽ ഉദ്ദേശിച്ചത് എഴുതാത്ത പേപ്പറെന്നാ. നമ്മൾ ഈ ലീഗൽ ടെർമിനോളജി ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് വാക്ക് തന്നെ പറയണം, അല്ല നാട്ടുമ്പുറത്തുള്ള പോലെ പറയും. പിന്നെ വാദം പറയുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ വരും. ഞാൻ ചോദിക്കണേ, എന്താണ് ഈ മഹസറിന്റെ റെലവൻസി? ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ്സ് പറയുന്നത്, ഞാൻ കൃത്യസ്ഥലത്ത് പോയി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തടസ്സരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി
മഗസറിൽ എന്റെയും സാക്ഷികളുടെ ഒപ്പുണ്ട്. അതാണ് എന്നെ കാണിച്ചത്. മാർക്ക് ആസ് എക്സിബിറ്റ് P6. എങ്ങനെ ക്രോസ് ചെയ്യും? എങ്ങനെ ക്രോസ് ചെയ്യും? സ്ഥലത്ത് ചെല്ലാതെയാണ് അത് ക്രോസ് ചെയ്യുമോ? അപ്പോൾ അവൾ പറയും അല്ല, സ്ഥലത്ത് ചെന്നെന്ന് പറഞ്ഞാല, സ്ഥലത്ത് ചെന്ന് ഞാൻ തയ്യാറാക്കിയതാണെന്ന് പറയും. അപ്പോഴോ? സാക്ഷികള് അതല്ല, ഇതാണ് മൊഴി. ഞാൻ സ്ഥലത്ത് ചെന്ന് കൃത്യസ്ഥലം നോക്കി സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മഗസർ തയ്യാറാക്കി, ഇതിൽ എന്റെയും സാക്ഷികളുടെയും ഒപ്പുണ്ട്. അതാണ് എന്നെ കാണിച്ചത്. മാർക്ക് ആസ് P6. നിങ്ങൾ എങ്ങനെ ക്രോസ് ചെയ്യും? എന്തുകൊണ്ട്? പോയി നോക്കി, എനിക്ക് കണ്ടു, ഇതൊക്കെ ഞാൻ നോക്കി കണ്ടെഴുതിയെന്നേ, നോക്കി കണ്ടെഴുതി. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ അല്ലേ? നിങ്ങൾ ചോദിക്കരുത്. ആ മഗസർ കോടതിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സ്ഥലത്ത് പോയി മഗസറിന്റെ റെലവൻസി എവിടെയാ പറയണത്? എവിടെയാ മഗസറിന്റെ കാര്യം പറയണത്? എവിടെയാ? നിങ്ങൾ നമ്മളൊക്കെ മഗസർ എന്ന വാക്ക് അങ്ങനെ ഇംഗ്ലീഷ് വേർഡല്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ മാസ്റ്റർ അടിക്കുമ്പോൾ എവിടെയാ ഈ മഗസറിന്റെ കാര്യം പറയണേ? ഏത് നിയമപ്രകാരമൊക്കെ ഈ മഗസർ തയ്യാറാക്കി വരുന്നത്? ഒരു സാധനം റെലവൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് എവിടെയാ പറയാനിരിക്കണേ? എവിഡൻസ് ആക്കി. സെക്ഷൻ 7 എവിഡൻസ് ആക്ട് എന്താണ്? The facts which are the occasion, cause or effect, immediate or otherwise of relevant fact. അതാണ് സെക്ഷൻ 7. അതായത് ഒരു മോട്ടോർ ആക്സിഡന്റ് നടന്നു എന്ന് വിചാരിക്കുക. 304 കേസ്. പോലീസ് സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ടയർ മാർക്ക് കാണുന്നു റോഡിൽ. ഇവിടെ ടയർ മാർക്ക്, ബ്രേക്ക് പിടിച്ച ഭാഗം, ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നു. പോലീസ് എഴുതുന്നു, ഞാൻ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ടയർ മാർക്ക് കൊണ്ട് റോഡിന്റെ ഇത്ര ഭാഗത്ത് ഇന്നടുത്ത് കൊണ്ടു, ഇന്നടുത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കിടക്കുന്നു. അപ്പോൾ ഇതാണ് കൃത്യസ്ഥലം എന്ന് ഇതുകൊണ്ട് കാണുന്നു എന്ന് എഴുതി കൊണ്ടുവന്നു വെച്ചോളൂ. കോടതി വന്നിട്ട് അയാൾ പറയുകയാണ്, ഈ മഗസർ ഞാൻ സ്ഥലത്ത് പോയി തയ്യാറാക്കിയതാണ്. ഞാൻ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു, അവിടെ ടയർ മാർക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവിടെയാണ് കൃത്യസ്ഥലം എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയണം. അല്ലാതെ ഇതാണ് മഗസർ എന്ന് മാർക്ക് ചെയ്താൽ അതെടുക്കാൻ പറ്റൂല. ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഒരു മഗസറിന്റെ റെലവൻസി എപ്പോഴാണ് വന്നത്? ഈ there is a cause and effect. ഒരു വീട്ടിൽ വെച്ചൊരു വിക്ടിമിനെ ഉപദ്രവിച്ചു, അവിടെ പോയി 2 വർഷം കഴിഞ്ഞപ്പോൾ കേസ് കൊടുത്തു. 2 വർഷത്തിന് ആ വീട് കണ്ട് നോക്കി വെച്ചാൽ വല്ല കാര്യമുണ്ടോ? അവിടെയാണ് നമ്മൾ അവനെ ഇട്ട് പിടിച്ച് വലിച്ച്, അവന്റെ വീട് എത്ര മുറി, ഇതൊക്കെ എത്ര മുറിയൊക്കെ ഇവര് കൊണ്ടുവരേണ്ടതാ. നമ്മളെന്തിനാ അതൊക്കെ ചോദിക്കാൻ പോണേ? അവര് പറയണം. മുറിക്കുന്ന ഇമ്മീഡിയറ്റ് കേസൊക്കെ ആണെങ്കിൽ കട്ടിലുണ്ടായിരുന്നു, പിറ്റേ ദിവസം ചെന്നപ്പോൾ കട്ടിൽ കൊണ്ട് ബെഡ്ഷീറ്റ് അവിടെ കണ്ടു. ഇതൊക്കെ മഗസർ എഴുതിയ പോരാ. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയണം, ഞാൻ പോയപ്പോൾ ബെഡ്ഷീറ്റ് കണ്ടു, വാട്ട് ഹി ഹാസ് പ്രിസീവ്ഡ്. അതാണ് സെക്ഷൻ 60 പറയണത്. മനസ്സിലായില്ലേ? ഇനി സാധാരണ ഈ മഗസറിന്റെ തുടക്കം എങ്ങനെയായിരിക്കും? ഞാൻ ഈ കൃത്യസ്ഥലത്ത് ഹാജരായി, എന്നെ ഈ വിക്ടിം എന്നെ ചൂണ്ടിക്കാണിച്ചു തരികയാൽ എന്നല്ലേ എഴുതേണ്ടത്? എന്തോ അതിന്റെ അർത്ഥം എന്താ? സാറേ ഇതാണ് കേട്ടാ കൃത്യസ്ഥലം എന്ന് പറഞ്ഞാൽ എന്തോ ഈ പറയണേ? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് അല്ലേ? എ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ വിറ്റ്നസ് ടു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അണ്ടർ വിച്ച് പ്രൊവിഷൻ? 161 CRPC. വാട്ട് ഈസ് ഇറ്റ് യൂസ്? ഓൺലി ഫോർ കോൺട്രഡിക്ഷൻ. പിന്നെ മഗസറിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തന്നു മാർക്ക് ചെയ്യാൻ പറ്റുമോ? മാർക്ക് ചെയ്യാനേ പറ്റൂല. ആ മഗസർ മാർക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഹിറ്റ് ബൈ 162 ആണ്. എന്നാൽ ആ മഗസറിൽ ആദ്യത്തെ ഭാഗം മാർക്ക് ചെയ്യാൻ പറ്റൂല. അതിനകത്ത് പറയുകയാണ്, ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ ഇന്നത് കണ്ടു,
അവിടെ ബ്ലഡ് സ്റ്റെയിനുള്ള വസ്ത്രങ്ങൾ കണ്ടു എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയണം. ഇതിനകത്ത് എഴുതി വെച്ചാൽ പോരാ. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അത് എവിഡൻസ് ആവുള്ളൂ. ഇപ്പൊ നമ്മൾ അതിന്റെ പുറകെ പോയി ചോദിക്കാൻ നിൽക്കരുത്. ചോദിച്ചാൽ അവൻ പറയും നിങ്ങൾ ഈ വീട് നിന്ന് അവിടുന്ന് എത്ര മാറിയാണ്, അപ്പോൾ അവൻ പറയും അത് മാറിയാണെന്ന് പറയും അല്ലേ. അപ്പൊ ആ മകസർ എന്തിനു ഉപയോഗിക്കും? ഇപ്പൊ ഡോക്ടറുടെ മൊഴി, വാട്ട് ഈസ് ഡോക്ടറുടെ മൊഴി എങ്ങനെയാ അഡ്മിസിബിൾ ആകണേ? ഈസ് ഇറ്റ് എ ഡയറക്റ്റ് എവിഡൻസ് ഓർ ആൻ ഒപ്പീനിയൻ എവിഡൻസ്? Opinion only? Expert evidence only? What is the nature of the evidence given by the doctor? Section 47 അനുസരിച്ചുള്ള എവിഡൻസ് മാത്രമേ ഉള്ളൂ. Is it a direct evidence or only opinion evidence? Direct and opinion. It is as well as direct. എന്താ direct? I have examined this patient. I have seen the injury, incised wound or aberration that I have seen. For section 61, I have seen. This is direct evidence. Then this injury can be caused by using this weapon. Opinion evidence. അതാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഞാൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറായിരുന്ന സമയത്ത് ഈ വ്യക്തിനെ എന്നെ കൊണ്ടുവന്നു, കാണിച്ചു, ഞാൻ പരിശോധിച്ചു, ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതി, ആ സർട്ടിഫിക്കറ്റാണ് കാണിച്ചത് എന്ന് പറയുന്നു. ദാറ്റ് ഇസ് ഓൾ. എന്ത് ക്രോസ് ചെയ്യും? ഡോക്ടർ പറയണം, വൈൽ ഐ വാസ് വർക്കിംഗ് ആസ് എ മെഡിക്കൽ ഓഫീസർ അറ്റ് ചിറയൻകീഴ് ഹോസ്പിറ്റൽ, ഐ എക്സാമിൻഡ് സോ ആൻഡ് സോ ആൻഡ് ഐ ഇഷ്യൂഡ് എ സർട്ടിഫിക്കറ്റ് വിച്ച് ബേസ് മൈ സിഗ്നേച്ചർ ആൻഡ് സീൽ മാർക്ക്ഡ് ആസ് P6. അപ്പോൾ ഡോക്ടർ ആദ്യം ഇങ്ങനെ പറയാം, അത് ഇങ്ങനെ പറയും. രണ്ട് തരത്തിൽ എവിഡൻസ് ഞാൻ പറയാം. ഒന്ന്, ഡോക്ടർ ഇതിപ്പോൾ ആദ്യം പറയുന്നു, ഞാൻ ആ പരിശോധിച്ചു, ഞാൻ കാണിച്ച സർട്ടിഫിക്കറ്റാണ് കാണിച്ചത് എന്ന് പറയുന്നു. രണ്ടാമത്തെ കേസിൽ ഡോക്ടർ പറയുകയാണ്, ഞാൻ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ ഇന്ന ഇഞ്ചുറി കണ്ടു, ആ ഇഞ്ചുറിയൊക്കെ ഇത് കണ്ടു. ഏറ്റവും അവസാനം പറയുന്നത് ദിസ് ഇസ് സർട്ടിഫിക്കറ്റ് വിച്ച് ഐ ഇഷ്യൂഡ് എന്ന് കാണിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന് ആദ്യം പറയുന്നു, പിന്നെ ഇഞ്ചുറി പറയുന്നു. മറ്റൊന്ന് ആദ്യം ഇഞ്ചുറി പറയുന്നു, പിന്നെ ഡോക്യുമെന്റ് പറയുന്നു. എന്താ വ്യത്യാസം? എന്താ? Document is a corroborative to what? Corroborative to oral evidence. അതുകൊണ്ടാണ്. അതാണ് 157 അങ്ങനെ പറഞ്ഞോ. എന്താ corroborate ചെയ്യേണ്ടത്? In order to corroborate the testimony. In order to corroborate the testimony of a witness, എന്താണ്? Former statement made by. അല്ല, in order to corroborate document അല്ല, in order to corroborate testimony, the other document can be used. അപ്പോൾ ഡോക്ടർ ആദ്യം ഇത് പറയണം, പിന്നെ ഇത് ഡോക്യുമെന്റ് നോക്കാം, റിഫ്രഷ് ചെയ്യാം. അപ്പോൾ അതാണ് ഡോക്ടേഴ്സിന്റെ എവിഡൻസ് എന്ന്. പിന്നെ സാധാരണ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്, പിന്നെ ഹൈമൻ വാസ് ടോൺ. ഡോക്ടർ പറയുന്നത് ഹൈമൻ വാസ് ടോൺ. അപ്പോൾ ഡോക്ടർ എഴുതി, ക്രോസിൽ നമ്മൾ ചോദിക്കുന്നു, ഡോക്ടർ, there is any possibility to tear the hymen by cycling? Yes എന്ന് പറയും. മിക്കവരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഇഞ്ചുറിയിലും ചോദിക്കും, ഇൻസൈസിനും ചോദിക്കാറുണ്ട്, ഇത് പിന്നെ റോഡിൽ ഉരുണ്ട് വീണാൽ ഉണ്ടാകാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചില ഡോക്ടർമാർ പറയാം, ചില ഡോക്ടർമാരെ കളിയാക്കി ചിലവർ പറയും. ഡോക്ടർമാർ പൊതുവെ യെസ് മെൻ എന്ന് പറയും, കോടതിയിൽ യെസ് മെൻ എന്ന് പറയും. കാര്യം അവർ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഒരു എസ് എന്ന് പറയും. വഴക്കിന് പോകണ്ടെന്ന് വെച്ചിട്ട് ചിലർ, വളരെ കുറഞ്ഞവർ സമ്മതിക്കില്ല, ചിലർ മിക്കവാറും നിങ്ങൾ എന്ത് ചോദിച്ചാലും പറയും യെസ്. പെയിൻ ക്യാൻ ബി പ്രിട്ടൺ സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ ടെൻഡർനെസ് ക്യാൻ ബി പ്രിട്ടൺ, അപ്പോൾ അപ്പോഴും ഡോക്ടർ യെസ് എന്ന് പറയും. അപ്പോൾ ഡോക്ടർ ഇതൊക്കെ ഇതൊക്കെ യെസ് പറയും. ഹൗ വിൽ യു യൂസ് ഇൻ ദി ആർഗ്യുമെന്റ് ഫോർ ദ ഡിഫൻസ് സൈഡ്? ഒരു മുറിവുണ്ടാകാനുള്ള പോസിബിലിറ്റി ഒരുപാടെണ്ണം ഉണ്ടാവും, തർക്കമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ ക്വസ്റ്റ്യൻ ഹിയർ ഇൻ ഈസ്, വിക്ടിം പറയുകയാണ് ഇന്ന ഐ ഹാവ് ബീൻ സബ്ജക്റ്റഡ് ടു സെക്ഷൽ ഇന്റർകോഴ്സ്. ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു ഇറ്റ് ഈസ് ഹൈമൻ ഈസ് സീൻ ടോൺ. ഡോക്ടർ ഗിവ് ആൻ ഒപ്പീനിയൻ ദാറ്റ് ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദി എലിഗേഷൻ. അപ്പോൾ നിങ്ങൾ വിക്ടിമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ സ്പോർട്സ് താരമല്ലേ? അതെ.
വളരെ കൊച്ചുനാൾ തന്നെ നിങ്ങൾ എക്സർസൈസ് ഒക്കെ ചെയ്യാറില്ലേ? അതെ. സൈക്ലിംഗ് നടത്താറില്ലേ? അതെ. എന്ന് ചോദിച്ചോണം ആ ചോദ്യം ചോദിക്കണമെങ്കിലേ പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ എന്തു കാര്യം? എന്താ കാര്യം? ഉണ്ടാകാം, ഒരു സംശയവുമില്ല. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ എങ്ങനെ ഉപയോഗിക്കും? നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാതെ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിക്കൽ എവിഡൻസ് നമ്മൾ നോക്കുമ്പോൾ ഒന്നും ഈ പോക്സോ കേസിൽ നിങ്ങൾ ഈ കോടതിയിൽ നിന്ന് തന്നെ ഈ മെഡിക്കൽ എവിഡൻസ് എടുത്ത് നോക്കണം നന്നായിട്ട്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന കോപ്പിയിൽ ഇപ്പോൾ ഞാൻ ആദ്യം വരുമ്പോൾ ഇവിടെ ഈ ചില വക്കീലന്മാർ ഈ ട്രയലിൻ്റെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയില്ലെന്ന്. സാറേ എനിക്ക് 164 കിട്ടിയില്ല. എനിക്ക് സത്യം പറഞ്ഞ സങ്കടം ദേഷ്യം തോന്നും. കാര്യം 164 സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല നിങ്ങൾ എങ്ങനെ ഒരു വിസ്തൃതി ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാ? അത് നിങ്ങൾ ചോദിച്ചു മേടിക്കണ്ടേ? 164ൻ്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടാൻ റൈറ്റ് ഉണ്ടോ? റൈറ്റ് ഉണ്ടോ? എപ്പോ? ഹൗ ദ റൈറ്റ് ബിഗിൻസ്? വെൻ ദ റൈറ്റ് ബിഗിൻസ്? ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ ആണോ? ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ. അപ്പോൾ ചാർജ് വായിച്ചിട്ട് തന്നാൽ മതിയോ? പറ. ഇവിടെ കമ്മിറ്റിയിലില്ലല്ലോ. പോക്സോ കേസ് കമ്മിറ്റിയിലില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് 164 കിട്ടാൻ അർഹത? റൈറ്റ്? കേട്ടില്ല? ബിഫോർ? എപ്പോ? അപ്പയർ ചെയ്താൽ ഉടനെ. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സമൻസ് കിട്ടുമ്പോ. പിന്നെ സമൻസ് കിട്ടുമ്പോ അപ്പയർ ചെയ്താൽ ഉടനെ, ചാർജ് ഫ്രെയിം ചെയ്യുമ്പോ. എപ്പോ കിട്ടും 164? What is the provision under which the copies have been separated to you? Which is the provision? 201 CRPC. 201 CRPC അനുസരിച്ച് നിങ്ങൾക്കിത് കിട്ടിയേ പറ്റൂ. കോടതിയിൽ ഫസ്റ്റ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ചാർജ് വായിക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളെങ്ങനെ 164 ഒന്നും ഇല്ലെങ്കിലോ ഇത് പറയണ്ടേ കോടതിയിൽ? അപ്പോൾ ഇറ്റ് ഈസ് യുവർ റൈറ്റ്. അപ്പോൾ ഈ 164 സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾ, അപ്പോൾ ചിലർ പറഞ്ഞു അത് കോടതിയിൽ നിന്ന് തരില്ലെന്ന്. നിങ്ങളുടെ കോടതി നിന്ന് തരികയില്ലെന്നല്ല, ഇത് മേടിച്ചെടുക്കുക എന്നുള്ള അതിനാണ് വക്കീലിനെ വെച്ചിരിക്കുന്നത്, അല്ലെ കക്ഷി വന്നപ്പോൾ. നിങ്ങൾ നിയമം നോക്കി അവർക്ക് ആവശ്യമുള്ള അവരുടെ റൈറ്റ് ഇത് കൊടുക്കുക എന്നുള്ള അതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചോദിച്ചു വാങ്ങണം. 164 മുമ്പൊക്കെ പണ്ടങ്ങ് 164 അധികം അപ്ലൈ ഇല്ലായിരുന്നു. പണ്ടൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു രഹസ്യം സ്വഭാവിച്ചപ്പോഴാണ് ഇപ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആകുന്നില്ല. പബ്ലിക് ഡോക്യുമെൻ്റ് ആകുന്നത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ ആകുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പൊസിഷൻ വന്നത്. അതുകൊണ്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് ആർക്കും കൊടുക്കൂല ഇപ്പോൾ. അത് ഈ മീഡിയ ഉണ്ടാക്കി വെച്ചൊരു കുഴപ്പമാണ്. മീഡിയക്കാർ ഇതെടുത്ത് വെച്ചിട്ട് അവരൊരു വിചാരണ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അവസാനം കോടതി പറഞ്ഞത് ഇതൊക്കെ കൊടുക്കരുതെന്ന് പറഞ്ഞത്. പക്ഷേ 201 CRPC അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കിട്ടണം. ഇറ്റ് ഈസ് യുവർ റൈറ്റ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡുകൾ നിങ്ങൾ മൊത്തം ഇരുന്ന് നോക്കി വേണം അത് ക്രോസ് ചെയ്യാനായിട്ട്. മനസ്സിലായി? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്കൊരു ഡിസ്കഷനിൽ കിടക്കാം. നിങ്ങൾ ഈ സെഷൻസ് ട്രയൽ നടത്തുന്നവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, there is difference between the trial before the magistrate and sessions court. ഫണ്ടമെന്റലാണ് അല്ലേ? ഈ നമ്മൾ പ്രോസിക്യൂഷൻ എവിഡൻസ് ഒക്കെ കഴിഞ്ഞിട്ട് 313 എക്സാമിനേഷൻ കഴിഞ്ഞ് ഒരു അക്വിറ്റലുണ്ട് പ്രതിക്ക്. നോ എവിഡൻസ് അക്വിറ്റലാണത്. ഒരു എവിഡൻസും ഇല്ലെങ്കിൽ 232 അക്വിറ്റ് ചെയ്യാം. അപ്പോൾ വെൻ ദ കോർട്ട് ഫൗണ്ട് ദാറ്റ് there is no ground to acquit the accused under section 232, then only the defense should be called upon, enter upon defense എന്നാ പറയുക. മജിസ്ട്രേറ്റ് കോടതിയിൽ അങ്ങനെയല്ലല്ലോ. മജിസ്ട്രേറ്റ് കോടതി 313 കഴിഞ്ഞാൽ ഉടനെ തന്നെ കോടതി ചോദിക്കും, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങളുടെ ഭാഗം തെളിവുണ്ടോ എന്ന് ചോദിക്കും. സെഷൻസ് കോടതിയിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ അത് എഴുതിയെടുത്തിട്ട് തെളിവുണ്ടോ എന്ന് ചോദിക്കരുത്. അതിന് മുമ്പ് ഒരു അക്വിറ്റൽ സ്റ്റേജ് ഉണ്ട് 232. അതിനുശേഷം 233 പ്രകാരം ഡിഫൻസ് എവിഡൻസ് കഴിഞ്ഞതിന് ശേഷമാണ് 335 അക്വിറ്റലിട്ട് പോകുന്നത്. അതൊരു സെഷൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. സീരിയസ് ഓഫൻസ് ആയതുകൊണ്ട് ഒരു നോ എവിഡൻസ് അക്വിറ്റലുണ്ട്. അത് സാധാരണ മജിസ്ട്രേറ്റ് കോടതിക്കില്ല. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
കേട്ടില്ല. ആ പിന്നെ അതല്ല ഞാൻ ആ സെക്ഷൻ there is no right to cross examine the witness by the defense. നമ്മൾ പിന്നെ ചെയ്യണമെന്ന് വെച്ചെന്നാൽ ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചെന്നാൽ ഒരു ഇന്റർമീഡിയറ്റ് നിന്നിട്ട് ഇവിടെ പിന്നെ വലിയ കുഴപ്പക്കാരായിട്ട് ഇതുവരെ വക്കീലന്മാർ കുഴപ്പക്കാർ വക്കീലുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം ഇവിടെ എൻ്റെ മുമ്പിൽ ക്രോസ് ചെയ്തവരൊക്കെ വളരെ ഒരു സോഫർ സൈഡിലാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ഇടപെട്ട് ഇങ്ങോട്ട് എടുക്കാറില്ല. എന്നാലും ചില കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ വരുത്താറുണ്ട്. പല കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നത് സ്പെഷ്യൽ കോർട്ട് ഷാൾ നോട്ട് പെർമിറ്റ് അഗ്രസീവ് ക്വസ്റ്റ്യനിങ് or character assassination of the child and ensure that the dignity of the child is maintained at all time during the trial. This is explained by the Supreme Court and stated that the defense counsel cannot be permitted to ask the question directly to the witness. കോടതി ചോദിച്ചിട്ട് കോടതി അങ്ങോട്ട് പറയുക എന്നുള്ളത്. പിന്നെ അഗ്രസീവ് ചോദ്യങ്ങൾ ഇപ്പോൾ അതിനകത്ത് വേറെ കാര്യം വെച്ചെന്നാൽ ഇപ്പോൾ ഈ റേപ്പ് കേസിൻ്റെ ഡിഫൻസ് ഒക്കെ മാറിയല്ലോ. ഇപ്പോൾ പണ്ട് നമ്മൾ വരുത്തണമെന്ന് വെച്ചാൽ കൺസെന്റ് ഉണ്ടോന്ന് വരുത്താനല്ലേ ശ്രമിക്കണേ. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കണേ എന്താ, എ ബ്രൂട്ടൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാൻ ആൾസോ ടേക്ക് എ സ്റ്റാൻഡ് ദാറ്റ് ഐ ഹാവ് നോട്ട് ഗിവൺ കൺസെന്റ് ടു യു ദെൻ ഇറ്റ് അമൗണ്ട്സ് ടു റേപ്പ് എന്നാണ്. അപ്പോൾ പിന്നെ കൺസെന്റ് ഉണ്ടോ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. യെസ്, ഇത് സാധാരണ ഒരു പ്രാക്ടിക്കലി നമ്മുടെ കോടതികളിൽ വരുന്ന ഒരു സംഭവമാണ്. അതായത് ഈ കോൺട്രഡിക്ഷൻ പിന്നെ മാർക്ക് ചെയ്യുന്ന രീതി. ഈ 161 സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ല, 154 എന്ന് പറയുന്ന ഒരു സൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അപ്പം അദ്ദേഹം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ചിലര് ഈ മാർക്ക് ചെയ്തതായതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ അല്ല ഓക്കെ, അത് വെച്ചെന്നാലേ ഈ കോൺട്രഡിക്ഷന്റെ പ്രിൻസിപ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ എക്സിബിറ്റായിട്ട് മാർക്ക് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ലോങ് സെൻറ്റൻസ്, ഇപ്പം സാക്ഷി പറയുകയാണ്, ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ അനുജനായിട്ടുള്ള ഇന്നയാളും കൂടെ പോകുന്ന സമയത്താണ് സംഭവം എന്ന് പറയുന്നു FI സ്റ്റേറ്റ്മെൻറ്റിൽ, മാർക്ക് ചെയ്ത ഡോക്യുമെൻറ്റിൽ. പക്ഷെ കോടതിയിൽ പറയുന്നു ഞാൻ ഒറ്റക്ക് പോകുമ്പോഴാണെന്ന് പറയുന്നു. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റായി, കോൺട്രഡിക്ഷനായി. അപ്പോൾ കോടതിയിൽ സാക്ഷിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ കോൺട്രഡിക്ഷൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞൊരു സാക്ഷിയോട് നമ്മൾ ആദ്യം കയറി മറ്റത് വായിച്ചേപ്പിച്ച് ചോദിക്കരുത്. ആദ്യം ആ പോസിബിലിറ്റി അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഒറ്റക്ക് പോകുമ്പോഴായിരുന്നോ? അപ്പോൾ അത് അഫേം ചെയ്യണം, ആയിരുന്നു. ഈ ഒറ്റക്ക് പോകുമ്പോഴായിരുന്നു എന്നാണോ നിങ്ങൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തത്? അപ്പോൾ അതേന്നെ പറയൂ. അതെ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി വായിച്ച് കേൾപ്പിക്കാം. എന്താ വായിച്ച് കേൾപ്പിക്കും? അപ്പോൾ ഈ ലോങ് സെൻറ്റൻസാണ്. അപ്പോൾ കോടതി എങ്ങനെ എഴുതും? കോടതി ഇത്രയും എഴുതണമല്ലോ. എഴുതിയിട്ട് ഇപ്പോൾ അതിന് പകരം രണ്ട് മെത്തേഡാണ്. ഒന്ന് ഈ ഡോട്ടിട്ട് എഴുതാറുണ്ട് ചിലർ, ഇങ്ങനെ തുടങ്ങിയെന്നില്ല ഞാൻ എഴുതുന്ന രീതിയാണ്. ചിലർ എഴുതുന്നത് ഞാൻ സ്കൂളിൽ എന്നിട്ട് കുത്തിട്ടിട്ട് ഏറ്റവും അവസാനം ഇടും. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഡെപ്പോസിഷനിൽ അങ്ങനെ ഈ ഒരു കുത്തിട്ട് എഴുതുന്നത് എനിക്ക് എത്ര ഇതായിട്ട് തോന്നും. അപ്പോൾ ഞാൻ സ്വീകരിച്ചൊരു മാർഗം തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ സ്വീകരിക്കുന്ന പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ വേർഡ് എഴുതും. ഈ സ്കൂളിൽ പോകുന്നു എന്ന് തുടങ്ങി ഏറ്റവും അവസാനം എന്ന് വരെയുള്ള ഭാഗം ഒരു ബ്രാക്കറ്റ് ഞാൻ എഴുതും. ദാറ്റ് പോർഷൻ ഇൻ 161 നോട്ട് റെഡ് ഓവർ ടു ദി വിറ്റ്നസ് എന്ന് എഴുതിയിട്ട് ക്ലോസ് ചെയ്തിട്ട് ഞാൻ പോലീസിൽ പറഞ്ഞിട്ടില്ല. അത് മാർക്ക് ചെയ്യണം എന്തിനാണെന്നറിയാവോ? ഇനി വീണ്ടും അവർ ഡിനേ ചെയ്യണം. സാക്ഷി പറയണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു വെച്ചോളൂ. അപ്പോൾ നമ്മൾ ആരോട് ചോദിക്കണം? അപ്പോൾ ചോദിക്കണമെങ്കിൽ എന്തെഴുതണം? ഈ സെന്റൻസ് വീണ്ടും ഒന്നുകൂടെ എഴുതണം ഓഫീസർ. അതിന് പകരം എന്ത് ചെയ്യാം? ദാറ്റ് പോർഷൻ ഈസ് മാർക്ക്ഡ് ആസ് എക്സിബിറ്റ് D1. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ ചോദിക്കാം. ആ സാക്ഷിയെ കണ്ട് ചോദിച്ചപ്പോൾ എക്സിബിറ്റ് D1 പ്രകാരം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യണത്, റെഫറൻസിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യണത്. അതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സാക്ഷി ഡിനേ ചെയ്താൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദിക്കണം. അത് സൈൻഡ് സ്റ്റേറ്റ്മെന്റോ അൺസൈൻഡ് സ്റ്റേറ്റ്മെന്റോ there is no difference at all. Only difference is whether witness has admitted or denied. അതാണ്. When the witness denied, it should be asked to the investigating officer. When the witness admitted, it stands proof. അതാണ് മാർക്ക് ചെയ്യുന്നത് ഈ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ലോങ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ്
ചെയ്യാതിരിക്കാം. വീണ്ടും എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളത് കാര്യം ജഡ്ജ്മെന്റിലൊക്കെ ചിലപ്പോൾ ഇത് എഴുതേണ്ടി വരുമല്ലോ. ഇപ്പം നിങ്ങൾ മെറ്റീരിയൽ കോൺട്രഡിക്ഷൻ ആണോ, അപ്പം നമ്മൾ വീണ്ടും എങ്ങനെ റെഫർ ചെയ്യും ജഡ്ജ്മെന്റിൽ? നമ്മൾ റെഫർ ചെയ്യുന്നത് എക്സിബിറ്റ് D1. It is a statement which has been seen recorded under 161 when his attention was drawn to him, he denied of having stated so. എന്നിട്ട് പിന്നെ നമ്മൾ എഴുതുന്നത് എന്താ? Whether the exhibit D1 is a contradiction which is sufficient to discourage the witness. അത് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടേ? അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ സെന്റൻസ് എഴുതുക അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എക്സിബിറ്റ് D1. നമ്മൾ ഈ പ്രതികളുടെ പേരിന് പകരം റാങ്ക് നമ്പർ പറയുന്നത് അതുപോലെ തന്നെയാണ്. അത്രേ ഉള്ളൂ. 27 റിക്കവറിയുടെ എവിഡൻഷ്യറി വാല്യൂ എന്താണ്? എപ്പോഴാണ്? കോടതിയില് ട്രയലില് എപ്പോഴാണ് അത് റെലവെന്റ് ആകുന്നത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിസ്തരിക്കുമ്പോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിന് ഒരു വാക്കുണ്ട്. 27 തുടങ്ങുന്ന എങ്ങനെയാ? ഇറ്റ് ഈസ് ഡീപോസ്റ്റ് എന്നല്ലേ? പ്രൊവൈഡഡ് ദാറ്റ് വെൻ എനി ഫാക്ട് ഈസ് ഡീപോസ്റ്റ്. ഡീപോസ്റ്റ് ബൈ ഹും? ഡീപോസ്റ്റ് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. എന്താ ഡിപ്പോസ് ചെയ്യേണ്ടത്? ഐ ഹാവ് ഡിസ്കവർഡ് എ ഫാക്ട്. എങ്ങനെ? ഇൻ പേഴ്സൺസ് ആൻഡ് ഇൻഫർമേഷൻ സപ്ലൈഡ് ബൈ ദി അക്യൂസ്ഡ് വൈൽ ഹി ഈസ് ഇൻ കസ്റ്റഡി അല്ലേ? അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? ഒറ്റ കാര്യം നോക്കണ്ടു. വെദർ ദീസ് പ്ലേസ് ഫ്രം വെയർ ദ മെറ്റീരിയൽ ഒബ്ജക്ട് ഹാസ് ബീൻ സീസ്ഡ് ഈസ് വിത്തിൻ ദ എക്സ്ക്ലൂസീവ് നോളജ് ഓഫ് ദ പേഴ്സൺ ഹൂ ഹാസ് സ്റ്റേറ്റഡ് ഇറ്റ്. അതല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്താ പറയുന്നത്? ഞാൻ അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതി എന്നോട് പറഞ്ഞു മാല ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയാൽ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവർ എഴുതുന്ന വാചകം അങ്ങനെയാണല്ലോ. പ്രതി നയിച്ചാനയിച്ച വഴിയെ ആ സ്ഥലത്ത് ചെന്നു. ഇതവർ കോടതി പറഞ്ഞാൽ മതി. ആര്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറയണം. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് പേഴ്സണിൽ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആ മൊഴി പറയണം. അതുകൊണ്ടാണ് കോടതി അങ്ങനെ തന്നെ എഴുതിയെടുക്കണം. പ്രതിയെ ചോദിച്ചപ്പോൾ എന്നെ കൊണ്ടുപോയാൽ സ്വർണം വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് പ്രതി നയിച്ചാനയിച്ച വഴിയെ പോയി എന്ന് തന്നെ ആ ഇൻവെർട്ടർ കോമയിൽ എഴുതണം. അതാണ് 27. 27 പറഞ്ഞാൽ എന്താണ്? ഫാക്ട് ഈസ് ഡീപോസ്റ്റ്. വാട്ട് ഫാക്ട്? The fact that a material object has been seized from a place which is shown by the accused. അത് മതി. പിന്നെ ഒരു വീട്ടിൽ കൊണ്ടുവച്ചു, ഏത് മുറി, അതൊക്കെ ഫാക്ട്, ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആണ് അതെല്ലാം. ഇപ്പൊ പ്രതിക്ക് മാത്രമേ അറിയാവൂ, അതാണ് പ്രൂവ് ചെയ്യേണ്ട സാധനം. പ്രതിക്ക് മാത്രമല്ല. ഇപ്പൊ നേരത്തെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു, പബ്ലിക് പ്ലേസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 27 റിക്കവറി വരത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഓപ്പൺ ബാരൻ ലാൻഡില് ഒരു തെങ്ങിന്റെ ചവിട്ടിൽ കൊണ്ട് ഇവ മറച്ചു വെച്ച് ഇടുന്നു. ഒരു പബ്ലിക് പ്ലേസ് ആണ്, അഡ്മിറ്റഡ്ലി പബ്ലിക് പ്ലേസ്. അവിടുന്ന് എടുത്തു. എന്താ? വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് എ പബ്ലിക് പ്ലേസ്, ബട്ട് ദ പ്ലേസ് അണ്ടർ വിച്ച് ദ മെറ്റീരിയൽ ഒബ്ജക്ട് ഹാസ് ബീൻ കൺസീൽഡ് ഈസ് എക്സ്ക്ലൂസീവ്ലി നോൺ ടു ദ അക്യൂസ്ഡ്. അത് പ്രൂവ് ചെയ്താൽ മതി പ്രോസിക്യൂഷൻ. നമ്മളത് ഡിസ്പ്രൂവ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ കണ്ടുവരാറില്ല. പണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഘട്ടത്തിൽ അവരിങ്ങനെ ഞാൻ മോഷ്ടിച്ച മാല എന്ന് എഴുതി വെക്കാറുണ്ട്. ഞാൻ മോഷ്ടിച്ച മാല ഇന്നെടുത്ത് വെച്ചിട്ട്, അല്ല ഞാൻ പ്രതിയെ ഞാൻ അവരെ കുത്തിയ കത്തി ഇന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അത് പറ്റുമോ? എന്താണ്? ഏതേതാ? ആ ആ അല്ല, എനിക്ക് മനസ്സിലായില്ല ചോദ്യം. കൺഫെഷൻ അല്ലല്ലോ. നീഡ് നോട്ട് ബി എ കൺഫെഷൻ. കൺഫെഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയല്ലോ. മതി അല്ല? എനിക്ക് മനസ്സിലാകുന്നില്ല ചോദ്യം. രേഖയല്ലല്ലോ റിലവന്റ്. റിലവന്റ് എന്താണ്? 27 പറഞ്ഞ എന്താ? എ ഫാക്ട് ഈസ് ഡിപ്പോസ്ഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, റിക്കവറി മഗസറിൽ സാക്ഷിയില്ല എന്ന് പറഞ്ഞു. സോ വാട്ട്? റിക്കവറി മഗസറീസ് അതല്ല റിലവന്റ്. റിലവന്റ് എന്താണ്? എ ഫാക്ട് ഈസ് ഡിസ്പോസ്ഡ്. അതാണ് റിലവന്റ്. അല്ലാതെ അവിടെ പോയി എഴുതി ഉണ്ടാക്കുന്ന രേഖയല്ല റിലവന്റ് എന്ന് പറയുന്നത്. 27 പറയുന്നത് അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മസ്റ്റ് ഡീപ്പോസ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞില്ല എങ്കിൽ 27 നിൽക്കൂല. മനസ്സിലായില്ലേ?
അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒറ്റ ഈ 27 റിക്കവറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പ്രതിക്ക് മാത്രമേ ആ സോഴ്സ് അറിയാവൂ എന്നുള്ളതേ ഉള്ളൂ. എക്സ്ക്ലൂസീവ്. ഇപ്പൊ പ്രതിക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലത്ത് ഇത് കണ്ടെടുത്തു എന്ന് വന്നാൽ ഞാൻ ചോദിക്കട്ടെ, 27 റിക്കവറി പ്രൂവ്ഡ് ആണെങ്കിൽ എങ്ങനെ അത് ഉപയോഗിക്കേണ്ടത്? ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ്? 27 റിക്കവറിൽ ഒരു സ്റ്റോളൻ ആർക്കൽ കണ്ടെടുത്തു. അതെങ്ങനെ പ്രതിക്കാരായിട്ട് ഉപയോഗിക്കും? ഏത് നിയമപ്രകാരം പ്രതിക്കതായിട്ട് ഉപയോഗിക്കണം? ഇപ്പൊ 27 റിക്കവറി പ്രതി അറസ്റ്റ് ചെയ്തു, പറയുകയാണ് ഞാൻ പിന്നെ മാല ഇന്ന സ്ഥലത്തോ ഇന്ന ജുവലറി കൊണ്ട് കൊടുത്തിട്ട് ആ ജുവലറിയിൽ നിന്ന് മാല എടുത്ത് ഹാജരാക്കുന്നു. ഹൗ വിൽ യു ഇൻക്രിമിനേറ്റ് ദി അക്യൂസ് വിത്ത് ദാറ്റ് എവിഡൻസ്? ഏത് പ്രൊവിഷൻ പ്രകാരം? 27 റിക്കവറി പ്രൂവ് ചെയ്യുമെന്ന് വെച്ചോളൂ. പ്രൂവ് ചെയ്തു. പ്രതി മോഷണത്തിന് നേരെ തെളിവില്ല, ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. മോഷണം പോയി എന്ന് പ്രൂവ് ചെയ്തു. അത് പ്രതിയുടെ മൊഴി പ്രകാരം ഒരു സ്ഥലത്ത് കണ്ടെടുത്തു. ഈ പ്രതിയാണെന്ന് എങ്ങനെ? എന്ത് 114A പ്രിസംപ്ഷൻ എപ്പോഴും പ്രതിക്കത് റിബട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ്. ഇപ്പൊ പ്രതി പറയുകയാണ് അത് വേറൊരാൾ കൊണ്ട് കൊടുത്തിട്ട് എനിക്കറിയാവുന്നതാണെന്ന് പറഞ്ഞാൽ റിബട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അത് വെച്ചിട്ടാണ്. അപ്പൊ എവിഡൻസ് എന്ന് പറയുന്നത് ഈ റിക്കവറി മഹസറേ അല്ല. പണ്ടൊരു പൊസിഷൻ, അത് ഈ റിക്കവറി മഹസറിൽ പ്രതിയുടെ ഒപ്പ് വേണമെന്ന് കൊണ്ട് പണ്ടൊരു സുപ്രീം കോടതി ഡിസിഷൻ വന്നത്, സബ്സിക്വന്റ് അത് ഓവർ റൂൾ ചെയ്തു. 27 റിക്കവറിൽ പ്രതിയുടെ ഒപ്പ് വേണമെന്ന് പറഞ്ഞു. അത് റിക്കവറി മഹസർ അല്ല അഡ്മിസിബിൾ. വാട്ട് അഡ്മിസിബിൾ ഈസ് ദ ഡിപ്പോസിഷൻ ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അതാണ് പറയുന്നത് 27 പറയുന്നത്. അപ്പോൾ വാട്ട് എവർ മേ ബി ദി അതർ സ്റ്റേറ്റ്മെന്റ്, only point which the court has to consider whether the place from where the stolen article is recovered is in the exclusive knowledge of the accused. അത് ഈ സാക്ഷി പറഞ്ഞാൽ അപ്പം 27 വരും. പണ്ടൊക്കെ ഈ പോലീസുകാര് പ്രതിയെ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഇന്നടുത്ത് നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്, ആ മോഷ്ടിച്ച സാധനം ഇന്നടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ റിക്കവറി മാസ്റ്ററിൽ അതുണ്ടാവും. റിക്കവറി മാസ്റ്ററിൽ അവർ എഴുതി വെക്കും. എങ്ങനെ? പ്രതിയെ എത്രാം തീയതി ഇന്നടുത്ത് അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഇന്നടുത്ത് മോഷ്ടിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവച്ചാൽ അത് മാർക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. ബിക്കോസ് ഇത് സെൽഫ് ഇൻക്രിമിനേറ്ററി ആണ്. അത് മാർക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പൊ അങ്ങനെ കാണാറില്ല, പണ്ടൊക്കെ അങ്ങനെ എഴുതുമായിരുന്നു. മൊഴി 164. ഓക്കെ ഓക്കെ. കിട്ടാൻ അർഹതയുണ്ടോ? ഇല്ല. അല്ല, മനസ്സിലായി. മനസ്സിലായി. ഒറ്റ ആൾക്കേ കിട്ടാൻ അർഹതയുള്ളൂ. അല്ല, കോടതി പിന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കിട്ടൂല പബ്ലിക് ഡോക്യുമെന്റ് തരുന്നത്. അതിനു മുമ്പ് ഒരാൾക്ക് മാത്രമേ കിട്ടൂ. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വേറെ ഒരാൾക്കും കിട്ടൂല. അത്രേ കിട്ടും. അതായത് അതിനകത്തൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഫൈനൽ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്ത് കോടതി വെരിഫൈ ചെയ്ത് കോഗ്നൈസൻസ് എടുത്തു, 204 അനുസരിച്ച് സമൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡോക്യുമെന്റ് ആയെന്നാണ് വെപ്പ്. അപ്പോൾ അത് പബ്ലിക് ഡോക്യുമെന്റ് ആവും. അപ്പോൾ എവിഡൻസ് ആക്ട് അനുസരിച്ചിട്ട് സർട്ടിഫൈഡ് കോപ്പി ക്യാൻ ബി ഗിവൺ. പക്ഷെ ഇപ്പോൾ ഒരു റീസെന്റ് ഡിസിഷൻ വന്നത് പിന്നെ അപ്പോഴും കിട്ടത്തില്ല, 207 സ്റ്റേജ് മാത്രമേ കിട്ടൂ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡീഫാക്ട് കംപ്ലൈന്റ് കിട്ടുന്നത് ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് 164 എടുത്തിരിക്കുന്നത്. എന്തിന്? അല്ല, 164 സ്റ്റേറ്റ്മെന്റ് അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന്റെ ആ സമയത്ത് മാത്രം. അത് എന്തിനാ 164 റെക്കോർഡ് ചെയ്യണേ? അല്ല, അത് ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. 164 റെക്കോർഡ് ചെയ്യണത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ തീരുമാനമാണ്. അദ്ദേഹം ഇന്നയാളുടെ വേണം. അതെന്തിനാന്ന് വെച്ചാൽ എല്ലാ കേസിലും ഇപ്പൊ ഈ ഇതിൽ ചെയ്യണം.
അല്ലെങ്കിൽ ജനറലി 164 എടുക്കുന്നത് പ്രതിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ നാളെ കൂറുമാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് 164 റെക്കോർഡ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് അമെൻമെന്റ് വന്നപ്പോൾ ഈ പിന്നെ വിക്ടിമിനെ എല്ലാ കേസിലും 164 എടുക്കണമെന്ന് വന്നു. അത് ഇൻവെസ്റ്റിഗേറ്റിന്റെ പർപ്പസ് ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കല്ലാതെ വേറെ ആൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് പോക്സോ കേസിൽ അത് പറയാൻ പ്രധാനപ്പെട്ട കാരണം പ്രൈവസി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ജഡ്ജ്മെന്റിൽ പോലും വിക്ടിമിന്റെ പേര് എഴുതരുതെന്നാണ്. അല്ലെന്നേ, അത് ഈ എന്തിനാണ് ഇവർക്ക് കിട്ടണമെന്ന് നിർബന്ധം? എന്തിനാ കിട്ടാൻ നിയമപ്രകാരം അർഹതയില്ല. വിക്ടിമിന് ഒരു കോപ്പി കൊടുക്കണമെന്നൊരു പ്രൊവിഷൻ CRPC-യിലുണ്ട്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ ആരും അത് എന്നെ ഫോളോ ചെയ്യാറില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് ശരിയാണ്, ആ പോയിന്റ് പറഞ്ഞത് ശരിയാണ്. റെഫർ ചെയ്യാൻ നോട്ടീസ് കൊടുക്കും. പക്ഷെ അല്ലെങ്കിലും കൊടുക്കണമെന്നൊരു പ്രൊവിഷൻ ഉണ്ട്. ആ 170 ആ ഭാഗത്തുണ്ട്. അവിടെ പ്രൊവിഷൻ ഉണ്ട്. അതല്ല, പ്രോസിക്യൂട്ടർ പറയണത് ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ഡിഫിക്കൽട്ടി അതാണെന്നാണ്. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ 227 പറയണത്, മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ചാർജ് കൊടുക്കാൻ കോടതിക്ക് പറ്റൂ. അത് വിക്ടിമിനെ യു ക്യാൻ റെപ്രസെന്റ് ദി വിക്ടിം. വിക്ടിം എന്തിനാ വന്നത്? വിക്ടിം അറിയണ്ടല്ലോ. യു ആർ ദ പ്രോസിക്യൂട്ടർ, യു ക്യാൻ ആർഗ്യൂ ദ മാറ്റർ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽസ്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് പറയണത്. അപ്പോ കുട്ടിയുടേതും ഉണ്ടല്ലോ. ആയിക്കോട്ടെ. What is the evidence value of 164 statement? ഈ 2 വയസ്സുള്ള കുട്ടി മിക്കവാറും 16 വയസ്സായിരിക്കും കോടതി മൊഴി കൊടുക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് പറയും.